കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ചെയ്യാനാണ് വന്നത്. കുറച്ച് എക്യുപ്മെന്റ് കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പൊ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷെ എന്നെക്കാട്ടും അറിവുള്ള കുറെ ആൾക്കാർ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ ആൾക്കാർ പറയാനുള്ള മനസ്സൊന്നും കാണിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ പറയുന്നു, ഡോക്ടർമാരുണ്ടാവാം, പോലീസുകാരൊക്കെ ഉണ്ടാവാം. പക്ഷെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ട് മനസ്സിലാക്കുക, തെറ്റുണ്ടെങ്കിൽ തിരുത്താം. അപ്പൊ ഞങ്ങൾ പറയുന്ന ഒറ്റ കാര്യം, നമ്മൾ പഠിച്ചതിനേക്കാൾ അപ്പുറമായി ഓരോ ഡിസാസ്റ്റർ മേഖലയും 2002 ഫോം ചെയ്ത ടീമാണ്. ആ 2002 മുതൽ ഈ ഒരു 2025 വരെ ഉള്ള കാലഘട്ടത്തിലായ ദുരന്തത്തിലൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് കിട്ടിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വെച്ച് പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ ദുരന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ദുരന്തം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സംഭവം. ശരി, ഓക്കെ. എന്താണ് ദുരന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കാണ് വേണ്ടത് അല്ലെ? എന്താണ് ദുരന്തം? എന്താണ് ദുരന്തം എന്ന് പറഞ്ഞാൽ? വലിയ അപകടം. ശരി, ഡിസാസ്റ്റർ എന്താണ്? ശരി, അങ്ങനെയാണെങ്കിൽ ഈ വിഷപോഷം പൊട്ടിപ്പോഴും താഴെ വീഴും. എത്ര ആളുകൾ രക്ഷപ്പെടും? എത്ര ആളുകൾ രക്ഷപ്പെടും? ഇതാരും ഉണ്ടാത്ത എത്ര ആളുകൾ രക്ഷപ്പെടും? പറയാൻ പറ്റില്ല. ഇവിടുന്ന് എത്ര ആളുകൾ രക്ഷപ്പെടുന്നു? ശരി, ഇതിലിരിക്കുന്ന ആരെങ്കിലും പറഞ്ഞു ഞാൻ പോകുന്ന സമയത്ത് എന്റെ കൂടെ രാവിലെ മുതൽ ഈ സമയം വരെ എന്റെ കൂട്ടുകാരനെ എനിക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമെന്ന് ഈ കൂട്ടർ ആരെങ്കിലും പറഞ്ഞു? കണ്ടോ? ഇയാൾ പറഞ്ഞ കാര്യം അറിയില്ല. കണ്ടോ? അറിയില്ല നമുക്ക്. പക്ഷേ ഇനി പതറിപ്പോകുന്ന ദുരന്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനും നമ്മുടെ സ്വപ്നമുണ്ടാകുന്ന വിഷയത്തെയാണ് ദുരന്തം. മറന്നുപോലും പറഞ്ഞ കാര്യം, നമ്മുടെ ജീവനും ഉണ്ടാവണം, നമ്മുടെ സ്വപ്നമുണ്ടാകുന്ന വിഷയത്തെയാണ് ദുരന്തം. ഇനി ദുരന്ത നിവാരണം എന്ന് പറഞ്ഞാൽ ഒരു അപകടത്തിൽ നമ്മൾ പെട്ട് നമുക്ക് സ്വയം രക്ഷപ്പെടാൻ വേണ്ടി പറ്റാതെ ഒരു കൂട്ടം ആൾക്കാർ വന്ന് നമ്മൾ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനത്തിനെയാണ് ഡിസാസ്റ്റർ മാനേജ് അല്ലെങ്കിൽ ദുരന്ത നിവാരണ ടീം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? തെറ്റിപ്പോണ്ട. ഇനി എന്തൊക്കെ ദുരന്തങ്ങളുണ്ട്? എന്തൊക്കെയുണ്ട്? പിന്നെ വെള്ളപ്പൊക്കം, പിന്നെ കഴിഞ്ഞോ? ഇത്രേ ഉള്ളൂ. ശരി, 2 മോഡൽ അപകടങ്ങളേ ഉള്ളൂ. ഒന്ന്, നമ്മൾ ഉണ്ടാക്കുന്ന പ്രശ്നം എന്താണ്? ഫാനിൽ കെട്ടിത്തൂങ്ങി ചാവുക, കെട്ടിച്ചാടാൻ വേണ്ടി ശ്രമിക്കുക, കയ്യിൽ നടന്നു നോക്കുക, വീട് വണ്ടി ഒഴിച്ചു പോവുക, അല്ലെ? നമ്മൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളല്ലേ? അല്ലെ? കെട്ടിച്ചാടാൻ നോക്കുക, അല്ലെ? ഒന്നും കൂടി ഉണ്ട്. എന്താണ്? ഒറ്റ അപകടം കൂടി എന്താണ്? അതെന്തൊക്കെയാണ്? ഉരുൾപൊട്ടല്, വെള്ളപ്പൊക്കം, സുനാമി. നമുക്ക് എന്താ ചെയ്യാൻ പറ്റാറില്ല? നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. എന്താ ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? ഒരു ഉദാഹരണം ചോദിക്കട്ടെ. ടീമൊക്കെ ഇവിടെ ഫോം ചെയ്തു. പതങ്കയം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരാൾ വെള്ളത്തിൽ വീഴുന്നുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെ സമീപിക്കുക. നിങ്ങൾ ആദ്യം എന്താ ചെയ്യുക? ഫയർഫോഴ്സിനെ വിളിക്കും. ഓലെ വിളിക്കണ്ട, നിങ്ങളെ പണി വിളിച്ചു. നിങ്ങൾ എന്ത് ചെയ്യും? എമർജൻസി കിറ്റ് എടുത്ത് പോവാണ്. പിന്നെ എന്ത് ചെയ്യും? വിളിക്കും. ശരി, പിന്നെന്ത് ചെയ്യും? കഴിഞ്ഞു, അല്ലേ? എന്റെ ചോദ്യം എന്നല്ല, പതങ്കയത്ത് NIT പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, 5 വിദ്യാർത്ഥികൾ വന്നു. ഒരു വിദ്യാർത്ഥി 6 മണിക്ക് വെള്ളത്തിൽ വീഴുമെന്ന് പറഞ്ഞ് ഇവിടെയാണ് വീണത് എന്ന് പറഞ്ഞ് നിങ്ങളെ വിളിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യും? ടീമിനെ വിളിക്കും. ഓക്കെ, വിളിച്ചിട്ട് എന്ത് ചെയ്യും? പറയും. ഓക്കെ, ഇവര് തെരഞ്ഞിട്ട് കിട്ടുന്നില്ല, എന്ത് ചെയ്യും? എന്തോരും? ശരി, ഇയാള് ആ ഭാഗത്തുള്ള ആളാണ്. ഇയാളെ വിളിച്ച് പറയുമെന്ന് സങ്കല്പിക്കുക, അല്ലെ? ഇയാള് കുളിക്കാൻ ഭാഗത്തില്ല, നെല്ലിപ്പാല് ഭാഗത്തുള്ള ആളാണ്. ഇയാളെ വിളിച്ച് പറയും, അല്ലെ? നമ്മൾ പരിപാടി അവസാനിച്ചോ? കഴിഞ്ഞോ? ഒറ്റ കാര്യം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി എത്തിപ്പോയി. ഞങ്ങളുണ്ട്, പക്ഷേ ഒരു ഗവൺമെന്റ് സംവിധാനം വേണം. ഓക്കെ, റെഡി? ഒരു ഗവൺമെന്റ് സംവിധാനം വന്നതിന് ശേഷമേ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. കാരണം കുടുംബക്കാരും വീട്ടുകാരും വരും, വന്ന സമയത്ത് പറയും ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും ഒക്കെ തരും. നമ്മൾ ഇറങ്ങി തെരഞ്ഞെടുത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഉണ്ടാവും, നമ്മൾ ശരീരത്തിൽ ഉണ്ടാവും, പ്രശ്നങ്ങൾ വരില്ലേ? അപ്പൊ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ശരീരം എങ്ങനെ നിലനിർത്തണമെന്നാണ് ഫസ്റ്റ് പഠിക്കേണ്ടത്. ഏത് അപകടമാണെങ്കിലും ഒരു സുന്ദരിയായ പെൺകുട്ടി നടുവണ്ടിൽ വീണെടുക്കുക, ചാടിപ്പോയി എടുക്കാൻ പറഞ്ഞാൽ വേഗം വണ്ടിയിട്ട് നമ്മൾ പോകും. എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യം ഞാൻ കണ്ടത്, ഏത് അപകടം പറ്റിയാലും അവിടെ ഒരു സ്റ്റാർ ആവുന്ന ഒരാളുണ്ടാവും.
അവിടെ നെഞ്ചൊക്കെ വിരിച്ച് മുണ്ടൊക്കെ വളർത്തി മുമ്പിൽ കോലിൽ ചോദിച്ചാൽ ഒക്കെ അറിയാമല്ലോ. പക്ഷേ ഒരു കാല് പൊട്ടിയിട്ട് ഒരാളെ കാലൊന്നും ഇങ്ങനെ എടുത്തു വെച്ച് കെട്ടിക്കൊടുക്കാൻ പോലും അറിയാത്ത കാലഘട്ടത്തിലാണ് നിങ്ങളും ഞാനൊക്കെ ജീവിച്ചു മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ കരിമല, കഴിഞ്ഞ മാസം 6-ാം തീയതി കരിമല പിന്നെ പമ്പിന്റെ അടുത്ത് ഒരാൾ കാർ ഉറങ്ങിപ്പോയതാണ്. ഒരു നേരെ രണ്ട് പെൺകുട്ടികൾ വരികയാണ്. ആ പെൺകുട്ടീന്റെ കാറും ബൈക്കും തട്ടി. ഒരു പെൺകുട്ടി തെറിച്ചുപോയി. ആ തെറിച്ചുപോയി. ഞായറാഴ്ച ആയതുകൊണ്ട് ആംബുലൻസ് കിട്ടാൻ വേണ്ടി കുറച്ച് ലേറ്റായി. കുറെ സമയം അവിടെ കിടന്ന് അപ്പം ഫസ്റ്റ് പെൺകുട്ടിയും കൊണ്ടുപോയി. രണ്ടാമത്തെ പെൺകുട്ടി കൊണ്ടുപോകുന്ന സമയത്ത് പെൺകുട്ടിയുടെ കാലിന്റെ ഇവിടെ പൊട്ടിയിട്ട് ഇങ്ങനെ ആടിപ്പോയിട്ടുണ്ട്. കാലിന്റെ പത്തിന്റെ മുകളിൽ വലിയ മുറിയാ പെണ്ണ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ അവിടെ വരുന്ന സമയത്ത് കാണുന്നത്. എല്ലാവരും ചെയ്യുന്നത് വാരിക്കോരി എടുക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ ട്രെയിനിങ് കിട്ടിയോണ്ട് നമ്മൾ വാരിക്കോരാൻ പാടില്ല. ഒരു സംവിധാനം വേണമെന്ന് പറഞ്ഞ് ഫയർഫോഴ്സ് ടീമൊക്കെ വന്ന് അതിന്റെ കൂട്ടത്തിലാണ് അവസാനം എടുത്ത് കയറ്റി കൊണ്ടുപോയി. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. റെഡി? കാര്യം മനസ്സിലായില്ലേ? ശരി, ഓക്കെ. കയറെല്ലാവരും കൊണ്ടുവന്നിട്ടില്ല. കുറച്ച് കാര്യങ്ങളൊന്നും ഞാൻ തന്നെ കാണിച്ചതാണ്. കയർ വെച്ചിട്ടാണ് നമ്മൾ രക്ഷ. 140 കെട്ടുകളുണ്ട്. ഇത് വെച്ചാണ് രക്ഷ. തുടങ്ങുന്ന കെട്ടിന്റെ പേരാണ് റീഫ് നോട്ട് എന്ന് പറയും. അങ്ങനെ ആവശ്യം വരും. കല്യാണം കഴിക്കാത്തവരുണ്ടെങ്കിൽ ഈ കെട്ട് നിർബന്ധമായി പഠിക്കും. നേരം വെളുത്ത് രാവിലെ പള്ളിയത്തിന്റെ മുന്നിൽ പോയി ഇങ്ങനെ മറച്ച് കെട്ടുന്നുണ്ടോ? ഓനെ രാത്രി 1 മണി വരെ ട്രെയിനിങ് കൊടുത്തിട്ടാണ് രാവിലെ കെട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് പഠിച്ചാൽ ഇത് വിറ്റ് 500 റുപ്യക്ക് വിറ്റ് പൈസയാക്കാൻ പറ്റില്ല. ഓക്കെ, ഞങ്ങൾ കാണിച്ചു തരാം. 2 കയ്യിൽ കിട്ടിയ ആൾക്കാർ ആദ്യം ചെയ്യേണ്ടത് വലത് കയ്യിലെ കയറെടുത്ത് ഇടത് കൈയുടെ മുകളിലേക്ക് വെക്കുന്നു. വെച്ച കയറിന് അകത്തേക്ക് എടുക്കുന്നു. തുടങ്ങുന്ന മുകളിലേക്ക് പോകുന്നു. ഉള്ളിൽ കൂടെ കെട്ടുന്നു വരുന്നു. എത്ര ടൈറ്റ് ആക്കിയാലും ഈ കയറ് ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഓടിക്കളിക്കണം. എത്ര ടൈറ്റ് ആക്കിയാലും ഒരു സൈഡ് പിടിച്ച് വെച്ചാൽ സിമ്പിളായിട്ട് ഊരി പോരുകയും പെടും. നിങ്ങൾ കാണിക്കാം. 2 കയ്യിലും കയറ് കിട്ടിയാൽ വലത് കയ്യിലെ കയറെടുത്ത് ഇടത് കയ്യിലെ മുകളിലേക്ക് വെക്കുന്നു. വെച്ചതിന് അകത്തേക്ക് എടുക്കുന്നു. തുടങ്ങുന്ന മുകളിലേക്ക് പോകുന്നു. ഉള്ളിൽ കൂടെ കയറ്റുന്നു, വലിക്കുന്നു. എത്ര ടൈറ്റ് ആക്കിയാലും ഉള്ളിൽ നിന്ന് ഇയാളൊക്കെ ഓടിക്കളിക്കണം. ഒരു സൈഡ് പിടിച്ച് വലിച്ചാൽ സിമ്പിളായിട്ട് ഓടിപ്പോരുകയും പെടും. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ അപകട മേഖലയിൽ ഒരാൾക്ക് ഒരു മുറി പറ്റിയാൽ ബാൻഡേഡ് കെട്ടി നിർത്തുന്ന കെട്ടാണ് റീഫ് നോട്ട്. ഇത് കണ്ടോ? എന്തെങ്കിലും പറയട്ടെ, ചോദിക്കണം. ഒരു മുറി പറ്റിയാൽ കെട്ടി നിർത്തുന്ന കെട്ടാണ് റീഫ് നോട്ട്, അല്ലെങ്കിൽ ആൺകെട്ട് എന്ന് പറയും. തെറ്റിപ്പോയാൽ പെൺകെട്ടായി പോകും. ഇത് കണ്ടോ? പിന്നെ രണ്ടാമത്തെ ഉപകരണം ഗൾഫിലേക്ക് എവിടെയെങ്കിലും പാർസൽ കെട്ടിക്കൊണ്ട് പോകുന്നെങ്കിൽ കെട്ടി നിർത്തുന്ന കെട്ടാണ് റീഫ് നോട്ട്. നിങ്ങൾ മനസ്സിലായോ? ഓക്കെ. ഇനി എന്താണ് ആൾക്കാർ ഇങ്ങനെ വെള്ളത്തിൽ വീണ് മരിക്കാനുള്ള കാരണം? നീന്ത് പറയാത്തത്. ശരി, ഇനി ഒന്നിൽ കൂടുതൽ ആൾക്കാർ എങ്ങനെയാണ് വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ ഒരു കാരണം? ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി. ശരി, എത്രയാക്കണം നീന്തറിയുന്നവർക്കൊന്ന് കഴിവുണ്ട്? നീന്തറിയുന്നവർ കഥയോ? ഇനി നീന്തറിയുന്ന ആളെക്കൊണ്ട് വരുമോ? നീന്തറിയുന്ന ആളെക്കൊണ്ട് വരുമോ? നീന്തറിയുന്ന ഒരാൾ ഓക്കെ. നീന്തൽ അറിയാത്ത ഒരാളെക്കൊണ്ട് വരും. ഒരാളും നീന്തൽ അറിയാത്ത ഒരാൾ അറിയാത്ത ഈ ആളാണ്. ശ്രദ്ധിക്കണം, ചെറിയൊരു കാര്യം കാണിക്കാം. ഈ ആളാണ് വെള്ളത്തിലുള്ളത്. ഇപ്പൊ സാറാണുള്ളത്. സാറെങ്ങനെ രക്ഷപ്പെട്ടുകൊണ്ട് വരും? സാറെങ്ങനെ വരുന്നു? സാറെങ്ങനെ കയറി പിടിക്കുന്നു, ഇങ്ങനെ കൊണ്ടുപോകുന്നു. ഇത് കുറച്ച് അറിയുന്നത് കൊണ്ടാണ് ഇതിന് ഉണ്ടാൻ പറ്റും അല്ലേ? ഓക്കെ, സാർക്ക് അവിടെ ഇരിക്കാം. ഈ ആളെ കൊടുക്കുന്നത് ഒരാളിങ്ങനെ വീർപ്പ് കൂട്ടി പിടിച്ചാൽ, ഇങ്ങനെ ടൈറ്റാക്കി പിടിച്ചാൽ എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി നീ പറയുന്നത് പറഞ്ഞിരുന്നു. എവിടെ ചോട്ടു? ശരി, നിങ്ങൾ വരി. മൊബൈലാണോ? ശരി, മൊബൈൽ വരി. നിങ്ങളെങ്ങനെ കുട്ടി പിടിച്ചു? എന്താ ചെയ്യാ? രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നത് ഞാനിങ്ങനെ വരുന്ന സമയത്ത് മാക്സിമം കൂടുതൽ പിടിക്കുന്ന ബിരിയാണി വായിക്കുന്നത്. അങ്ങനെ പിടിക്കാം. ഓക്കെ, കളരിയ വരാടെ കഴിഞ്ഞ ആളാണോ? വരാട്ടെ പറഞ്ഞ ആളാണോ? ഓക്കെ, ചെയ്യാൻ പിടിക്കുന്നു. അതിലേക്ക് പിടിച്ചു. എന്ത് ചെയ്യും? പരീക്ഷണത്തിന് വേണ്ടി കയ്യിൽ കൊടുക്കാം. നാമഭാഗത്തൊക്കെ അടിക്കാം.
അല്ലെങ്കിൽ പിടിച്ചു വലിക്കാം എന്നൊക്കെ കുറെ ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ പറയുന്ന ഒറ്റ കാര്യം, ഒരപകടം പറ്റിയാൽ നമ്മൾ പോകുന്നത് രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. അത് കുറച്ച് വേദനയാക്കാം, പക്ഷെ വേദനയാക്കാൻ ചെയ്യാൻ വേറെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നു. നേരെ തിരിച്ച് ഇയാൾ വെള്ളത്തിൽ വീഴുന്നുണ്ട്, ഇയാൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ ചെന്നിട്ട് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടാൻ വേണ്ടി പാടില്ല. ഓക്കെ, റെഡി? ഇനി കയറി പിടിക്കല്ല. ഒരാൾ വെള്ളത്തിൽ വീണു, നിങ്ങളാണ് കാണുന്നത്, നീന്തറിയാം, നിങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അങ്ങനെ നാട്ടിൽ കളിക്കും. നിങ്ങൾ എന്താണ് എന്ത് ചെയ്യും? ചാടും. ചാടിയിട്ട് മുടിയിൽ പിടിച്ചിട്ട് കൊണ്ടുവരും. അങ്ങനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ? അത് പറഞ്ഞു. ശരി, ചോദിക്കട്ടെ, ഞാനെന്ന വ്യക്തി വെള്ളത്തിൽ വീണു, എവിടെ പിടിക്കും? പരിപൂർണ്ണ നഷ്ടമായി വിളിച്ചു. അപ്പോ ഒരു രസമുണ്ട്, കൈകാരം എന്ത് ചെയ്യും? കാല് പിടിച്ച് വലിച്ചു കൊണ്ടുവരും. ഞാൻ പറയുന്നു, ആരെയും പഠിപ്പിക്കാൻ വേണ്ടി ഒന്നല്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ കേൾക്കാം, ഇല്ലാതെ തള്ളിക്കളയാം, നിങ്ങളിഷ്ടം. എപ്പോഴോ കാലത്ത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഏതോ കാരണവന്മാരോ ആരോ കണ്ടുപഠിച്ചത് ഇങ്ങനെ പോലെയല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് ഒരു സമയം നമ്മൾ പഠിച്ചു. ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ കുറെ വർഷങ്ങൾക്ക് ഇങ്ങനെ തന്നെയായിരുന്നു. പല സ്ഥലത്തും കയറി പിടിക്കാൻ വേണ്ടി പോകും. നമ്മൾ ഈ വായിലേക്ക് വെള്ളം കയറിയാൽ എല്ലാം കഴിഞ്ഞു. ശ്രദ്ധിക്കണം, ആരെങ്കിലും മുടിയൊക്കെ പിടിച്ചുകൊണ്ട് എപ്പോഴുള്ള സംഗതിയാണ്. കശ്മീരിക്കാരനെ ഞാൻ പോകുന്നു, വഴിക്കാരൊക്കെ പൊട്ടി, കൈതൊക്കെ പൊട്ടി തിരിഞ്ഞു വരും. അപ്പൊ മറ്റൊന്ന് കുപ്പായൊക്കെ ആളെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ശ്രദ്ധിക്കണം, ഏതൊരാൾ വെള്ളത്തിൽ വീണാലും ഇയാളെ രക്ഷപ്പെടുത്താനുള്ള സാധനം കരക്കുണ്ടാവും. കരക്കുണ്ട്. ഒന്നെങ്കിൽ നമ്മളുടെ ഡ്രസ്സാവാം, അല്ലെങ്കിൽ നമ്മൾ ധരിച്ച ചുരിദാറിന്റെ ഷോളാവാം, അല്ലെങ്കിൽ മരത്തിന്റെ കഷ്ണങ്ങളാവാം, വലിയ വലിയ വിൽപ്പ ടിന്നുകളാവാം, അല്ലെങ്കിൽ തെങ്ങിന്റെ ഓലമണലാവാം. ഇട്ട് കൊടുക്കുക, പിടിക്കും, ചാടി പിടിക്കും. പിടിച്ചാൽ വലിച്ച് രക്ഷപ്പെടുത്താം. നേരെ രക്ഷപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കരയ്ക്ക് നിൽക്കുന്നയാൾ നിൽക്കരുത്. അയാൾ തിരിച്ചു വലിച്ചാൽ രണ്ടാളും വെള്ളത്തിൽ പോയി മരിക്കും. ഇനി ഇതേപോലെ ഒരു കയർ കിട്ടിയാൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം, കയറിനെ കൈ കുത്തി പിടിച്ചിട്ട് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അയാളിങ്ങനെ പിടിക്കും. പക്ഷെ കുറെ സമയം വെള്ളത്തിൽ കിടക്കുന്ന ആളാണെങ്കിൽ കൈകളിൽ ഓയിൽ എന്നൊരു സംഗതി ഉണ്ടോ? അപ്പൊ പിടിക്കും, വലിക്കുമ്പോൾ അയാളെ കയ്യിൽ നിന്ന് ഊരിപ്പോലും. അപ്പൊ കറക്കിയിട്ട് നിന്ന് ആളുണ്ടാവും. ഇയാൾ ധാരാളത്തിന് വേഗം ശ്രദ്ധിക്കുന്നത്, കയറിന്റെ അറ്റത്ത് ഒരു കെട്ടിട്ടിട്ട് വെറുതെ ഒരു കെട്ടിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കണം. ഇയാൾ പിടിച്ചു, കണ്ട പ്രത്യേകത ഉണ്ടോ? നേരെ തിരിച്ച് അയാൾ പിടിച്ചു എന്നറിഞ്ഞാൽ കരക്കിൽ നിൽക്കുന്ന ആൾ ഇങ്ങനെ കമന്ന് കിടക്കണം, ഇങ്ങനെ വലിച്ചെടുക്കണം. അപ്പൊ അയാൾ വലിക്കുന്നില്ല, കയറിനോട് വരും, വലിക്കും. കൈ മനസ്സിലാണല്ലോ, ഇതാണ് ചെയ്യേണ്ടത്. ഇനി ഒരാളെ ചെയ്യുക. ഓക്കെ, ഒരാളെ നിങ്ങൾ വരി, ഒരാള് ഒറ്റയാൾ വരാത്ത ആൾ, വരാത്ത ആൾ. വെള്ളത്തിൽപ്പെട്ടത് എപ്പോഴും ചെയ്യേണ്ട കാര്യം, നമ്മൾ കയറ് കയ്യിൽ കുത്തിയെടുത്തിട്ട് നമ്മളെ കയ്യിൽ തല പോകണം. ഇങ്ങനെ ഇതിങ്ങനെ എറിഞ്ഞു കൊടുത്ത് ഇയാൾ പിടിച്ചു എന്ന് അറിഞ്ഞാൽ നമ്മളൊരു ബലം പിടിക്ക് നിൽക്കരുത്. അയാൾ പിടിച്ചു എന്ന് അറിഞ്ഞാൽ നമ്മൾ കരക്കി നിൽക്കുന്ന ആൾ ചെയ്യുന്ന ഒറ്റ കാര്യം, നേരെ കമന്ന് കിടക്കുകയാണ് വേണ്ടത്. കിടക്കുന്ന സമയത്ത് ഈ നെഞ്ചിൽ കൂടിന്റെ മുകളിലും കാലിലും പിടുത്തം കിട്ടും. നേരെ ഇയാൾ വലിച്ചു കിട്ടണം. അങ്ങോട്ട് ചോദിക്കാൻ, കാരണം അങ്ങോട്ട് ഒരേ കാരണവശാലും പോകില്ല. കാരണം പ്രത്യേകതയാണല്ലോ, അയാൾ ഒരു കാരണവശാലും അങ്ങോട്ട് വലിക്കില്ല, അങ്ങോട്ട് വലിച്ചിട്ടാണ് രക്ഷാപ്രവർത്തനം നടത്തുകയാണെന്ന് പറയും. ഓക്കെ, വിഷയം വളനാടാണ് ചെരിഞ്ഞ് കിടക്കുന്ന സ്ഥലം. അവിടെ അങ്ങനെ വന്നു ചെറിഞ്ഞ് കറക്റ്റാണ് നിൽക്കുന്നത്. കറക്റ്റ് നിങ്ങൾ മലക്കുണ്ടാവോ? കറക്റ്റ് മലക്കുണ്ടാവുന്നുണ്ടോ? കേട്ടോ, ചോദിച്ചാലേ ഞാൻ പറയും. ഞാൻ ചോദിച്ചാലും പറഞ്ഞു, ഇങ്ങനെ ചെറിയ സ്ഥലമാണെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്താണെങ്കിൽ കയറൊന്ന് ഉറപ്പിക്കണം. ഇതുണ്ടോ?
അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ എന്താവും, ഊരിപ്പോയാലും പോകില്ല. ഞാൻ നല്ലൊരു സ്ഥലത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, നേരെ തിരിച്ച് ഒരാളിങ്ങനെ കയറി പിടിച്ചാൽ, ഇയാളെങ്ങനെ നമ്മളെ ശരിക്കാണ് ഒറ്റയ്ക്ക് കാണിച്ചു തരാം. ഒരാൾ നമ്മളെ കയറി പിടിച്ചാൽ, ടൈറ്റാക്കി പിടിച്ചാൽ രക്ഷപ്പെടാൻ രീതിയുണ്ട്. വേദനയാക്കാം. രണ്ട് സ്ഥലമുണ്ട്, ആരും പിടിച്ചു നോക്കാം. ഒരു സ്ഥലത്ത് വേണമെങ്കിൽ പിടിച്ചു നോക്കാം. കൈയിന്റെ മുട്ടിന് നേരെ വലിയ സ്ഥലം മുട്ടിനോട് വലിയ വേദന വെച്ച് അമർത്തി നോക്കാം. നല്ല വേദനയും മൊത്തം സ്വന്തം അമർത്തി നോക്കാം. രണ്ടാമത് ഒരു സ്ഥലത്ത് റിസംഗ പുഷ്പം എന്നാ പറയാ. അത് ഞാൻ പിടിച്ചു വെക്കരുത്, മറ്റു കാലം വരെ വേദന പോലും ആരും പിടിച്ചു വെക്കരുത്. ആ രണ്ട് സ്ഥലത്താണ് പിടിച്ചു വെക്കാറാണ് നമ്മൾ കുടിയെ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുമെന്ന് പറയുന്നു. അതിന് വേറെ ഇങ്ങനെ ഇയാളെ പിടിക്കാൻ വന്നാൽ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. പിടിക്കാൻ സമ്മതിക്കരുത്. ഇങ്ങനെ നീന്തറിഞ്ഞാണെങ്കിൽ എനിക്ക് കയറി പിടിച്ചു എന്ന് വിചാരിക്കാം. പിടിച്ചാൽ ഇവിടെ പിടിച്ച് പൊട്ടിച്ച് വേദന പിടിച്ചു നോക്കണം. അടുത്ത സ്ഥലം പിന്നെ പിടിക്കാൻ വേണ്ടി വന്നാൽ കാലിനെ മുട്ടുകൊണ്ട് ഇയാളെ വായിലേക്ക് ഇടിക്കണമെന്നാണ് പറയുന്നത്. ഇയാളെ പിന്നെ പിടിക്കാൻ വേണ്ടി വന്നാൽ താടിയും തമ്മിൽ തട്ടി മാറ്റിച്ച് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി കേട്ടോ. ഇതിന് പുതിയ പരിപാടി ഇരിക്കുമ്പോ ഇങ്ങനെ വന്ന് പിടിക്കും. കാലം കണ്ടിട്ടുണ്ടോ? കുടിയിൽ പോയാൽ കാലിന്റെ അടിഭാഗവും മുട്ടും പിടിച്ച് നീരോട് പിടിച്ച് പൊട്ടിക്കണം. വേദന കൊണ്ട് തിരുത്തം വിടുമെന്നാണ് പറയുന്നത്. അത് നിൽക്കാൻ പറ്റില്ല, നേരണ്ടാവില്ല. നല്ലൊരു സിംഹർക്ക് മാത്രമേ പറ്റൂ, അല്ലാതെ പറ്റില്ല. അല്ലാതെ പറ്റുന്ന കാര്യം കയറ് മാത്രമാണ്. അല്ലാതെ ഒരു സംഗതി ഇല്ല. ഈ കെട്ടിന്റെ പേര് ഓലൈൻ എന്നാണ്. ഇങ്ങനെ അളക്കുന്നു, അളക്കുന്നതിനകത്ത് വെറുതെ രൂപുണ്ടാക്കി പിടിക്കുന്നു. എല്ലാവരും മടക്കി ഇതിനുള്ളിൽ കൂടെ കയറുന്നു, നേരെ മുകളിലേക്ക്. ഇതിനുള്ളിൽ കൂടെ എടുത്തിട്ട് നേരെ അകത്തിൽ കൂടെ കയറ്റി രണ്ട് കാര്യം കൂടെ വലിച്ച് ടൈറ്റാക്കാൻ കെട്ടായി. ഇത് ഏത് രീതിയിൽ പിടിച്ച് വലിച്ചാലും എങ്ങനെ വെച്ചാലും ടൈറ്റാകാൻ ഒരു സാധ്യത ഇതെപ്പോഴും ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാവണം, ഇതിനൊരു ഗ്യാപ്പ് ഉണ്ടാവണം. അല്ലാത്ത ദിവസം ടൈറ്റാക്കി പിടിക്കുകയാണെങ്കിൽ വലിയ സമയത്ത് ശ്വാസം മുട്ടി മരിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഗ്യാപ്പിനാണ് ചെയ്യുന്നത്. ക്ലിയർ? ക്ലിയറായോ? ഞാൻ പറഞ്ഞ കാര്യം ക്ലിയറായോ? എന്താ സംശയങ്ങൾ ചോദിക്കാം. സംശയം ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ജീവൻ നഷ്ടപ്പെടും. പിന്നെ ഒരു പൊടിക്കൈയുണ്ട്, മുറി വൈദ്യൻ. എന്താണ് മുറി വൈദ്യൻ? വാളപ്പൊടി കൂട്ടിയാൽ കൂടെങ്കിലേ ഈ പരിപാടിക്ക് നിൽക്കാവും. കോഴിക്കോട് ഭാഷയാണ് ഞാൻ എന്റെ അവധി പഠിച്ചൊരു കാര്യമാണ്. ഇത് കെട്ടിയാണെന്ന് കാണിച്ചു തരാം. പിന്നെ എപ്പോഴെങ്കിലും ബാക്കി ഞാൻ പഠിപ്പിച്ചു തരാം. ഇങ്ങനെ അളക്കുന്നു. അളന്നാൽ ഒരാളെ നെഞ്ചിന്റെ കൂടെ എന്ന് പറഞ്ഞ വലിപ്പമുള്ളൂ. ഇങ്ങനെ അളക്കുന്നു. അളക്കുന്നതായിട്ട് വെറുതെ ലോക്കുണ്ടാക്കിയിരിക്കുന്നു. അടക്കിയിട്ട് ചുണ്ടുവരൽ നോക്കുന്നു. ഈ കൈയിലെ കാര്യം തുള്ളിൽ കൂടെ കയറ്റിയിട്ട് നേരെ മുകളിലേക്ക് വെക്കുന്നു. അകത്തു കൂടെ റോപ്പ് എടുത്തിട്ട് നേരെ ചൂണ്ടിന് കാരണം കയറ്റുന്നു. ഈ രണ്ട് കാര്യം ഒപ്പം വലിച്ച ടൈറ്റാക്കാം. കെട്ടായി വലിച്ചാൽ പോകില്ല, വലിച്ചാൽ ടൈറ്റാക്കും. പിന്നെ ആക്കിയതാണ് ഞാൻ പഠിപ്പിച്ചു തരാം. ഇങ്ങനെയൊക്കെ എവിടെ സാധനങ്ങൾ കണ്ടിട്ടുള്ളത്? എന്തിനുള്ള സാധനം? വെള്ളത്തിൽ എത്ര സമയം മുട്ടി കിടക്കും? വയ്ക്കുന്നവരെ വയ്ക്കുന്നവരെ എല്ലാവരും ഉണ്ടാകുന്നതാണ്. എപ്പോഴാണ് ഉച്ചയ്ക്ക് ചായ കിട്ടുക, വൈകുന്നേരം എപ്പോഴാണ് കിട്ടുക അല്ലേ? അങ്ങനെ ഇതിന് കുറച്ച് ചിരിക്കാനും ചിരിക്കാനൊക്കെ ഒരു യാതൊരു സംഘടിപ്പിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ വലിയ പഠിച്ചോന്നില്ല. ഓക്കെ, ഈ ഇതിന്റെ പേര് ചാറ്റൽ എന്നാണ്. ഇത് എത്ര സമയം മുട്ടി കിടക്കും? 4 മണിക്കൂർ ഞാൻ താഴ്ന്നു. ഇതിന്റെ പേര് 500 രൂപയാണ്. നമ്മുടെ മലയോര മേഖലയിൽ മാത്രമാണ് നമുക്ക് 500 രൂപയാണ് വില. 4 മണിക്കൂർ താഴ്ന്നു. പക്ഷേ താഴ്ന്നു പോകുന്ന സമയത്ത് നമ്മളെ രക്ഷപ്പെടുത്താൻ കൊടുക്കുന്ന സിഗ്നലാണ് എങ്ങനെയാണ് ഊതുക. ഇങ്ങനെ ഊതുമ്പോൾ അവിടെ ഒരാൾ രക്ഷപ്പെടുത്താൻ വേണ്ടി വരുന്നതാണ് പറയുന്നത്. ഈ സമയത്തൊക്കെ വാങ്ങി സൂക്ഷിക്കും. എല്ലാവരും ഓരോരോ പിറന്നാളൊക്കെ ഒരു സമയത്ത് കേക്ക് മുറിക്കുന്ന സമയത്ത് മലയോര മേഖലയൊക്കെ കേക്ക് മുറിക്കാൻ പോകുന്ന സമയത്ത് ആ ഒന്നും വാങ്ങിക്കുന്നത്. കാരണം തൊണ്ണൂറ് കുടിക്കുക വെള്ളം വന്നാല് മരിച്ചാൽ തടയാമെന്നും കോഴി തടയാമെന്നും മനസ്സിൽ കണ്ടാൽ ആ കൂട്ടി കളിക്കുന്നുണ്ട്. ഇങ്ങനെ കാര്യങ്ങളുണ്ട്. എത്രയാണ് രക്ഷപ്പെടുത്താൻ പറ്റും? പേരെന്താണ്?
15 പേരെ മിനിമം ഒരു 15 പേരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. കാരണം ഇതിങ്ങനെ കെട്ടിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ലോക്കാക്കി പിടിക്കുന്നു. 2 പേർക്ക് ആരെങ്കിലും 2 പേർ തന്നവരാണ് വരാത്ത 2 പേർ ആരെങ്കിലും നിങ്ങൾക്ക് ആരും 2 ജിസ്മാരി ഒരാളും കൂടി ഒരൊറ്റാളും കൂടി ഒരു കല്യാണമായിക്കോട്ടെ. അപകടം വെച്ചാൽ കഴിഞ്ഞാൽ കാണിക്കണം. പതുക്കെ സാവധാനം നിങ്ങൾ അങ്ങോട്ട് സാവധാനം ഞാൻ പറഞ്ഞ രണ്ടാമത് സാവധാനം. ഓക്കെ, നിങ്ങൾ പതുക്കെ നിങ്ങളെ ബേസ് കൊണ്ട് പതുക്കെ നിന്ന് പതുക്കെ സാവധാനം. ഓക്കെ, കുറച്ച് അങ്ങോട്ട് നിൽക്കുക. രണ്ടാളങ്ങോട്ട് നിൽക്കി ഇനി കുറച്ച് ആൾക്കാർ വന്ന് ഈ പുറത്തുള്ള വയറ്റുകാരൊന്ന് പിടിക്കണം. വേറെ ആരുണ്ട്? കുറച്ച് ആൾക്കാർ വയറ്റുകാരൊന്ന് പിടിക്കും. കുറച്ച് ആൾക്കാർ പുറത്തൊക്കെ വന്ന് പിടിച്ചോളി. ഈ ഒരു സ്ഥലത്ത് ബൾക്കായിട്ട് ആള് കുടുങ്ങിയാൽ ഒന്നെങ്കിൽ തോണി മറഞ്ഞാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെള്ളപ്പൊക്കം ഉണ്ടെങ്കിൽ ഒരാൾ ഒഴിച്ചു തരാണെങ്കിൽ വിട്ടുകൊടുക്കുക. ഈ 2 ആൾ നടുക്ക് നിൽക്കും. 2 ആളെ കൈ പുറത്തേക്ക് വരും. ഇത് കഷത്തിലേക്ക് ഇങ്ങനെ പൊങ്ങും. ഈ നടുക്ക് നിൽക്കുന്ന ആളെ കാലം നിൽക്കുന്നില്ല. ഈ പുറത്ത് നിൽക്കുന്നവർ ഇതിന്റെ പുറത്ത് പിടുത്തമില്ല. പക്ഷെ ഈ 4-5 പേരെയും ജീവൻ ഇയാളെ കയ്യിലാണുള്ളത്. മനസ്സിലാണോ? ഇനി ഈ പുറത്ത് നിൽക്കുന്നവർ വെള്ളം കുടിക്കുമോ, ഒലിച്ചു പോകുമോ, വലിക്കുമോ? വെള്ളം കുടിക്കും, വലിക്കും ഇല്ല. പക്ഷെ പുറത്തു നിന്നൊരു വെള്ളമൊക്കെ കുടിക്കും. പക്ഷെ ഈ 5 പേരെയും ഇയാള് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ വലിച്ച് രക്ഷപ്പെടുത്തും. ഇപ്പോൾ ഇനി അങ്ങോട്ട് വയ്ക്കുക. വന്നൊരു നല്ലൊരു കേടി വെക്കാം. അത് ആള് കേറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്ന സമയത്താണ് കുട്ടികളെന്ന് പറയും. വേണ്ട, ഈ ഉള്ളിൽ കയറുക എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മളൊക്കെ പഠിച്ചെന്താ വെച്ചാൽ ട്യൂബിന്റെ അകത്ത് കയറുക. എല്ലാവരും പഠിച്ചാൽ അല്ലെങ്കിൽ ട്യൂബ് പിടിക്കുക. പക്ഷെ ഇപ്പൊ 2018 ട്യൂബിനെ പറ്റി പറയുന്നു. കാരണം എല്ലാ കച്ചറ സാധനങ്ങളും ഒഴിച്ചു വന്നാൽ ട്യൂബ് കൊണ്ടുപോയി എവിടെ കെട്ടിയാൽ ട്യൂബിന്റെ കാറ്റ് പോയാൽ ഉണ്ടാവും, ആള് മുങ്ങിപ്പോവാൻ. ട്യൂബിനെ പറ്റി പറയുന്നില്ല. അതുകൊണ്ട് ഓരോ 5 വർഷം മുൻപോഴും ഈ സംഗതി പുതിയ വരുന്നത് ഇതാണ് പറയുന്നത്. സാഹചര്യത്തിൽ അടുത്ത് കയറിയില്ലല്ലോ, പുറത്ത് പിടിച്ചാൽ മതി. ഇയാൾ പിടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് നിൽക്കുന്ന ആള് വലിയ രക്ഷപ്പെടുക. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി വെക്കാം. ഒരു അപകടം ഇല്ലാതെ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. 15 പേരെ പിടിച്ചാൽ മുങ്ങിപ്പോവില്ല. ഞാൻ പറയണ്ടോ, നമ്മളെ ലക്ഷ്യം എന്താ? രക്ഷപ്പെടുത്തുക മാത്രമാണ്, മുങ്ങിപ്പോവില്ല. ഇയാളെന്നെ ഇന്നുപോലെ പിടിച്ചാൽ ഒരു 10-15 ആളെ പിടിച്ചാൽ ഇത് സാധനമാവും. പക്ഷെ 15 പേര് മരിക്കൂല. 15 ആളെയും സിനിമ കണ്ടു മലയാളി സിനിമ കാണുമ്പോ കാണാത്തവർ കാണണ്ട. പറഞ്ഞില്ല, മലയാളി എന്ന് പറയുന്ന സിനിമയിൽ ബോട്ടിൽ നിന്ന് കസം വരാൻ സമയത്ത് എറിഞ്ഞു കൊടുത്ത് പിടിക്കുന്ന ഒരാളെങ്ങനെ പാനീയം കുടിക്കുന്ന ശരിക്കുമാർ പാനീയം പറ്റും കമത്തി വെക്കാം. എനിക്കൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു ലിറ്ററിന്റെ 4 ബോട്ടിൽ 6 എണ്ണം മതി. 4 ബോട്ടിൽ 6, 1 ലിറ്ററിന്റെ 4 ബോട്ടിൽ ഉണ്ടെങ്കിൽ ഒരു ടീഷർട്ട് ധരിച്ച് കുപ്പിയുടെ അടപ്പൂരി നേരെ ലിറ്ററിന്റെ അകത്ത് വെക്കുന്നു. ഇവിടെ ശരിക്കും നല്ല ടൈറ്റായിരിക്കണം. 3 എണ്ണം ഫ്രണ്ടിലും 3 എണ്ണം ബാക്കിലും ഇടുക, ഇവിടെ കിട്ടുക, ചാടുക. ഞാൻ ഗ്യാരണ്ടി വൈദ്യുതി സമയം വരെ കൂട്ടിക്കൊടുക്കും. കുഞ്ഞു പോലെയാണ്.
മാറ്റി നിറച്ച് ടോപ്പോളിൻ ഷീറ്റ് നടക്കുക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് നടക്കുക, സിബ് ഇടുക. എന്നിട്ട് ഒന്നിങ്ങനെ ബാക്കിലും ഒന്നിങ്ങനെ ഫ്രണ്ടിലും ഇടുന്നു, കെട്ടിച്ചാടുക, ഒന്നിക്കൊണ്ടു. ഉള്ളില് ഇതൊക്കെ നിറച്ച് സിബ് ഇടാണ്ട് ധാരാളം മറ്റോ പറഞ്ഞ് പാമ്പ് കഴിച്ചിട്ടുണ്ട്, പാമ്പ് വന്ന് വിഷം കഴിച്ചിറക്കും. പക്ഷെ പാമ്പ് വന്ന് കച്ച വന്ന പാമ്പിനെ നമ്മളെപ്പോഴും ചോദിക്കുന്ന ചോദ്യമുണ്ട്, കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്? നമ്മളുള്ളിൽ ഉണ്ടാകുന്നത് എപ്പോഴും ഡിഫറൻസാണ്. എങ്ങനെ ഇവിടെ വാക്കുവാദം, ഞാൻ വാക്കുവാദത്തിന് വന്നതല്ല. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുണ്ട്, ഇവിടെ ഇരിക്കുന്ന 150 ആളെ പഠിപ്പിക്കാമെന്ന് എനിക്കൊരു ഉറപ്പില്ല. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഒരാളെങ്കിലും ഇത് പഠിച്ചിട്ട് വീട്ടിലോ ഭാര്യയ്ക്കോ നാട്ടുകാർക്കോ ഇത് കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആളുകൾ തീപിടിച്ച് ഇങ്ങനെ പോകുന്ന ഒരു പദ്ധതി മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. 1 രൂപ പോലും വാങ്ങിയിട്ടല്ല ഞമ്മടെ നിൽക്കുന്നത്. ഇത്ര ഡ്രസ്സും ഈ വേണ്ട കാണാൻ ആവശ്യമില്ല, ഈ സ്വന്തം ശരീരം നടക്കുള്ളൂ. ഇതാണ് പറയുന്നത്. ശ്രദ്ധിക്കുക. ഇനി ഒരാളെ കിണറിൽപ്പെട്ടു, നമ്മളാണെങ്കിൽ വലിയ വിഷയം കിണറിൽ വരിക, എന്തൊക്കെയാ ചെയ്യാം? ഒരാളെ വന്നിരിക്കും, ചേച്ചി വന്നിരിക്കണം, എപ്പോൾ വന്നിരിക്കും, ഇനി 6 പേര് വേണം, 3 ചേച്ചിമാരും 3 ആണുങ്ങളും. വരുന്നുണ്ട്, വേഗം പെട്ടെന്ന് നമുക്ക് തീർക്കണം, പെട്ടെന്ന് മേലെ കാര്യങ്ങൾ ചെയ്യാണ്ട് വേണ്ട ശരിയാക്കി 3 ആളുകൾ, 3 ചേച്ചിമാർ, ആരെയുള്ളവർ 3 ആൾ. ശരി, ഒരാണ് ഒറ്റയാളുകളും കൂടി, ഒരാളും കൂടി. 3 ആളുടെ ഒരാളെ കിണറിൽ വീണാൽ ആദ്യം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുക? ഫസ്റ്റ് സ്റ്റെപ്പ്, മീൻമുട്ടി ഒരാളെ കെട്ടി വീണ് നമ്മൾ വിളിക്കുക. നമ്മളൊക്കെ ആദ്യം ചെയ്യും, പോയിട്ട് തോള് കഴിഞ്ഞിട്ട് പോയിട്ട് ആദ്യം നോക്കും ആരാണ്. എന്നെ ഭ്രാന്തായിട്ട് ചാടി അപ്പാടി തന്നെയാണ് അല്ലേ? നമ്മൾ പറയും മൈൻഡ് ചെയ്യണം, മുഖത്ത് മുതൽ അതൊക്കെ ശ്രമിക്കും. ഇട്ട് കൊടുക്കാരും പിടിച്ചിട്ടുണ്ടോ? പിടിച്ചു വെച്ച് അതേ കസാര വലിയ കൊട്ടൊക്കെ നല്ല കൊട്ടയൊക്കെ അല്ലേ ചെയ്യലുണ്ടോ അല്ലേ? അതെങ്ങനെ പറഞ്ഞു നോക്കും. അലമാരുണ്ടെങ്കിൽ അലമാര നമ്മൾ മാക്സിമം വായ വെച്ചിട്ട് ഇങ്ങനെ നോക്കും. അറിയാത്തവരൊക്കെ വിളിച്ചു വരുന്നു, ആൾക്കാർ വന്നിട്ട് കൂടും, കിണറിന്റെ വെയിറ്റ് കൂടി കിണറാൻ കിട്ടിയിരുന്നു. പക്ഷെ കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ നാളിൽ ഉറപ്പില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. ഫസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിരുന്നു അറിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്താ വെച്ചാൽ ആൾക്കാരെ മാക്സിമം അങ്ങോട്ട് പോകാൻ ശ്രമിക്കുക. ഒരു ചോപ്പ് നാട് കിട്ടുക. ഇനി വരുന്ന ഒരാൾ ഫയർഫോഴ്സോ നിങ്ങളുടെ ടീമാണെങ്കിൽ ID കാർഡ് ഉണ്ട്, അറിയുന്ന ആളാണെന്ന് പറഞ്ഞാൽ ആളെ നാട്ടിലേക്ക് എത്തിക്കുക. ഇവിടെ ഇരിക്കുന്ന 100 ആൾക്കാരും ട്രെയിനിങ് എടുത്ത് ഈ 100 ആളും മരിച്ചവരെ വളർന്നെടുക്കണമെന്ന് നമ്മൾ പറയുന്നില്ല. നമ്മളെ പണി കുറെ പണികളൊക്കെ പിന്നെ കാര്യങ്ങൾ പറഞ്ഞത്. ഇനി അതേപോലെ നേരെ തിരിച്ച് ഇറങ്ങാൻ വേണ്ടി പോവാണ്. സുഹൃത്താണ് കുറിച്ചോളി, നമ്മൾ ഇറങ്ങാൻ ശ്രമിച്ചു. ഇറങ്ങുന്ന സമയത്ത് കയ്യിൽ പിടിക്കാൻ പറ്റും. ഇറങ്ങിയാൽ ഇയാളെ കൈ ലൂസായാൽ നമ്മളെന്താവും തലകുത്തനെ കെട്ടി. പിന്നെ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു സ്ഥലത്ത് കുറച്ചേറെ മരമായി സംഘടിപ്പിക്കുക. ഒരു സ്ഥലത്ത് ഇങ്ങനെ കയറ് കെട്ടി ഉറപ്പിക്കുന്നു. എന്തൊക്കെ ചെയ്യണോ? ഇറങ്ങാൻ പോകും, എന്തൊക്കെ ചെയ്യണോ? കാലെ വിളിച്ചു ശ്വാസം ഉണ്ടോ? 30 പറയുന്നു. നിങ്ങൾ ഇറങ്ങോ? ഇറങ്ങോ? 30 എന്താ വേണ്ടത്? രക്ഷപ്പെട്ടവർ 30 പറയും ഉണ്ട് ഇറങ്ങി. ഇങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്ത് അടിയിൽ വായു സഞ്ചാരം ഉണ്ടാവില്ല. അപ്പൊ ഫസ്റ്റ് ഇറങ്ങുന്ന കാര്യം ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ തളിച്ചു കൊടുക്കാൻ കിണറിലേക്ക്, അല്ലെങ്കിൽ മരത്തിന്റെ ചപ്പടക്കം വെട്ടി ഒരു കിണർ കാറ്റം കുത്തിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഒരു ടേബിൾ ഫാൻ കിട്ടിയ കിണറിൽ കുത്തിയിട്ട് പിടിച്ചു കൊടുക്കാം. ഇതൊക്കെ പറയുന്ന അനുഭവങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ ചെയ്താൽ കേട് വായു പുറത്തുപോയി നല്ല വായു അകത്തു. പിന്നെ നമ്മൾ ഇറങ്ങാൻ പോകുന്ന സമയത്ത് ഈ ഇറങ്ങുന്ന ആളെ കാലിന്റെയും കൈന്റെയും മസിൽ കുടുങ്ങിപ്പോകുന്ന ചാൻസ് ഉണ്ട്. എന്താ പറയുക, കോച്ചി പിടിക്കാൻ പറയും. അപ്പൊ ആരും അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി പറയുന്നു. ഇതൊരു പൊടിക്കയ്യാട്ടോ, കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഇറങ്ങാൻ പോകും. പിന്നെ താഴെ ഇങ്ങനെ പിടിച്ചു വെച്ച് ഇറങ്ങി പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു 2 കയർ ഉണ്ടായിരിക്കണം. ഈ പിടുത്തം ഈ കയർ നമ്മൾ വിടാൻ പാടില്ല, നമ്മുടെ കയ്യിൽ വേണം. നമ്മൾ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ഇയാൾ നമ്മൾ വലിക്കാൻ പോകും. മനസ്സിലാണോ? അങ്ങനെ ഒക്കെപ്പൊന്ന് സർക്കാർ നയിക്കാവുന്ന സർക്കാർ നയിച്ചെന്നാണ് കെട്ടിടം സങ്കല്പിക്കും. ശരി, നമുക്ക് വേണ്ടത് ഈ കാരണം മാത്രമാണ്. ഇതുകൊണ്ട് ഫയർമാൻ ചേർന്നോട്ടിൽ നിന്ന് കെട്ടുണ്ടാക്കുന്നു. എത്ര വലിയ പരിമാണാണെങ്കിലും ഇയാളെ സിമ്പിൾ ആയിട്ട് നമ്മൾ ആദ്യം ഒന്ന് രക്ഷപ്പെടുത്തി കാണിച്ചു തരാം. ഇതിൽ നിന്ന് കെട്ടൊന്ന് പഠിപ്പിക്കാം.
ഞാൻ പറയാൻ വന്നിക്കാനായില്ല പറയാൻ ചേച്ചി ഈ കൈ വഴി പിടിച്ചാൽ മതി ഈ കൈ വഴി പിടിച്ചാൽ മതി ആള് കസേരയായി കുറച്ച് തെക്കോട്ടേക്ക് അങ്ങോട്ട് തട്ടി പിടിക്കണേ ഇങ്ങനെ തോന്നുന്നു. ആ ആളെന്താണ് അങ്ങോട്ട് പിടിച്ചത്? ഇനി ഇയാൾ ഇങ്ങോട്ട് മറ്റേയാളെ പിടിച്ചത് തോന്നുവോ? ശരി, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വേണമെന്ന് പറയുന്നു. പിന്നെ നാണം കെടുത്തത് പൊന്നിക്കണം. റെഡി 1 2 3 അപ്പ് എന്ന് പറഞ്ഞാൽ പിടിച്ച് പൊന്നിക്കുന്നു. ഇവിടെ പിടിക്കുന്നു. നാളെ കെട്ടി മനസ്സിലായോ? എന്താ മനസ്സിലായേ? ഒരാളെ കെട്ടിൽ വീണാല് ഇങ്ങനെ കെട്ടിവെച്ചാൽ രക്ഷപ്പെട്ടു. അങ്ങനെയാണോ? എന്തായാലും ഉണ്ടാത്തത് എപ്പോഴാ ഒന്ന് കഴിക്കാം. അല്ലേ? ഞാൻ നിർത്തണം, മുന്നോട്ട് പോണോ? ഒരു കാര്യം പറയാം, നിങ്ങളെക്കാളും അപ്പുറമായി പണിയൊക്കെ പഠിച്ച് നമ്മൾ വന്നിട്ടുണ്ട്. ഒരു 2002 കാലഘട്ടങ്ങളിൽ സ്കൂൾ ജീവിതം കഴിഞ്ഞിട്ട് ആദ്യം പോയി പരിപാടികളാണ്. അത് നമ്മൾ അപകടങ്ങൾ കാണാറുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. പക്ഷേ എപ്പോഴെങ്കിലും ഒക്കെ ചിലപ്പോ നമ്മളെ കയ്യിലുള്ള അറിവ് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം കോടഞ്ചേരിയിൽ നിന്ന് ഓമശ്ശേരി റൂട്ടിൽ പോകുന്ന സമയത്ത് ആ വേളങ്കോട് പള്ളിന്റെ അപ്പുറത്ത് വലിയൊരു വീട. ആ വീടിന്റെ താഴെ തുടങ്ങുന്ന മുതൽ അടിഭാഗം വരെ റിങ്ങിത്തെ കളറാണ്. റിങ് കളർ. കരിഭാഗത്തുള്ള ഒരു പ്രവർത്തകൻ മോട്ടോർ വീട്ടിലേക്ക് ഇറങ്ങി. മോട്ടോർ ചാട്ടം ഫുള്ള് വറ്റിച്ചു. തടിമാണ് നെറ്റിന് കാണാൻ പറ്റുന്നു. ശ്വാസം കിട്ടുന്നില്ല. പ്രശ്നം അങ്ങനെ രക്ഷപ്പെടുത്താൻ മാറില്ല. പിന്നെ വേണമെങ്കിൽ 7000 രൂപയ്ക്ക് ഒരു കൊട്ട വാങ്ങിയാൽ നമ്മൾ ഇറങ്ങണ്ട. 4 ഭാഗത്തും കാലത്ത് ആ കൊട്ട നീക്കുന്ന ഇയാളേക്ക് കയറിക്കോളൂ. വലിച്ചു കേൾക്കാം. ഇപ്പൊ കണ്ടില്ല, ആടും പശു കഴിക്കാനില്ലേ? അപ്പൊ എല്ലാവരുടെ കയ്യിൽ 7000 കൊട്ട ഉണ്ടാവും. പിന്നെ ഇയാൾ ചോദ്യമുണ്ട്, ഇവിടെ നിൽക്കുന്ന ആൾ കിണറിലേക്ക് ഇറങ്ങണ്ട, കരയ്ക്ക് നിന്ന് പിടിച്ചാൽ മതി. കാരണം സാധനം പറഞ്ഞതുപോലെ തട്ടാതിരിക്കാൻ, ചുമലെ തട്ടാതിരിക്കാൻ വേണ്ടി ഇതാണ് ചെയ്യുന്നത്. ഇനി എങ്ങനെയൊക്കെയാണെന്നാലും ആൾക്കാർ കിണറിൽ വീഴുക. ഇങ്ങനെയൊക്കെ വീഴും. ഒന്ന് വെള്ളാഴ്ച കുത്തിയായിട്ട് സൈഡ് അടിച്ചു. രാത്രി വഴി തെറ്റി വന്ന് ചാടും. അല്ലെ? ഭാര്യ ഭർത്താവ് തന്നുണ്ടാക്കി ഭാര്യ ചാടും. കണ്ടിന്യൂ പറയുന്നത് എന്റെ ജീവിതത്തിൽ ഒരു 12ഓളം മോളെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ചെന്നിട്ട് വേഗം എടുക്കുന്ന മോളെ വിളിച്ചപ്പോ അമ്മായിന്ന് വീട്ടിൽ ചോദിച്ചപ്പോൾ പറഞ്ഞ് ശരീരം സാധനം പറയുന്നത് കേസ് കൊടുക്കണ്ടേ അനുഭവമില്ല. അവിടെ തെല്ലുണ്ടാക്കി ജയിക്കാൻ വേണ്ടി ചാടിയ. പക്ഷെ രക്ഷപ്പെടുത്താൻ ആരും കേട്ടു. പിന്നെ വലിയൊരു പ്രശ്നമുണ്ട്, മാനസിക വൈകല്യമുള്ള മാനസിക പ്രശ്നമുള്ള ആൾക്കാർ ചാടും. ഇപ്പൊ പറയുന്നു ഇനി ഇതാണ് കെട്ട് പഠിക്കണം. ഒന്ന് സിമ്പിൾ കാര്യമാണ്. ഒരു കയറ് കെട്ടിയാൽ 25 അല്ല 50 മീറ്റർ ആണെങ്കിൽ നടുവിങ്ങനെ മടക്കി പിടിക്കണം. രണ്ടാക്കി ഒപ്പിച്ച് പിടിക്കണം. ഈ ഭാഗത്തും നടുഭാഗത്തും വെറും സിമ്പിൾ കാര്യമാണ്. ഫയർമാൻ ചേർന്നോട്ട് അല്ലെങ്കിൽ പിന്നെ നമുക്ക് വെറും പറയുന്ന ചേർന്നോട്ട് എന്നൊക്കെ പറയാം. ഇങ്ങനെ കൈ കിട്ടിയാൽ ഫസ്റ്റ്
ഫസ്റ്റ് ഈ സൈഡിലേക്ക് വെറുതെ ലൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. സിമ്പിൾ ലൂപ്പാണ്. തിരിച്ച് ഇങ്ങോട്ട് ഒരു ലൂപ്പ് ഉണ്ടാക്കുന്നു, പകുതി വെക്കുന്നു, രണ്ടും അടുത്തും വലത്തും. പകുതി വെച്ചതിന് ശേഷം ഒന്ന് പുറത്തേക്കും ഒന്ന് അകത്തേക്കും വലിച്ചെടുക്കുന്നു. ടൈറ്റ് മാക്സിമം വീതി ടൈറ്റ് ആക്കുക. ശേഷം ഈ ബാലൻസ് കാര്യം എടുത്തിട്ട് ഇങ്ങനെ ലൂപ്പ് ഉണ്ടാക്കി ഈ തല നേരെ ഉള്ളിലേക്ക് കയറ്റാം. അവിടെ ലോക്കാണ്. നേരെ തിരിച്ച് ഇവിടെയും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് കയറ്റാം. ഇത് ലോക്കാണ്. ഒരു രണ്ട് കാറുണ്ടാവും. ഒരു ചെറുതും ഒരു ചെറിയ കാറ് കൈയുടെ കായലയിലും വലിയ കാറ് കാലിന്റെ ഈ മസിൽ നമ്മൾ സുഖമായി വെക്കാം. പിന്നെ എപ്പോഴെങ്കിലും ഇരിക്കുന്ന കറക്റ്റ് ഞാൻ പിന്നെ കാണിച്ചുതരാം. സമയത്തിന്റെ കുറവ് കൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നും കാണിച്ചതാ. നിങ്ങളുടെ കൈകളിൽ കാലതരാം. പിന്നെ എപ്പോഴെങ്കിലും വന്ന് പഠിപ്പിച്ചതാ. സമയത്തിന്റെ കുറവാണ്. ഇങ്ങനെ പിടിക്കുന്നു. ഒരു സൈഡിലേക്ക് വളരെ സിമ്പിൾ ലൂപ്പാണ്. മടക്കി പിടിക്കുന്നു, തിരിച്ച് ഇങ്ങോട്ട് പിടിക്കുന്നു, പകുതി വെക്കുന്നു, ഒന്ന് അകത്തേക്ക് ഒന്ന് പുറത്തേക്ക് വലിച്ചെടുക്കുന്നു, ലോക്കായി. കഴിച്ച് നേരെ തിരിച്ച് ഈ ബാലൻസ് കേന്ദ്രത്തിൽ എടുക്കുന്നു, അകത്തേക്ക് കയറ്റുന്നു, അവിടെ ലോക്കാണ്. തിരിച്ച് ഇങ്ങനെയും പിടിക്കുന്നു, കയറ്റുന്നു, അവിടെയും ലോക്കാണ്. എപ്പോഴും ചെയ്യേണ്ട കാര്യം കണ്ണിന്റെ സ്പീഡ് കൈയിന്റെ വേഗതയാണ്. അല്ലാതെ ഒരാൾ വെള്ളത്തിൽ പോയി രക്ഷപ്പെട്ട് ഇങ്ങനെ കെട്ടി മറ്റൊന്നും ഇങ്ങനെ ചൂര് കസാര രണ്ട് പൊട്ടിയിട്ട് രണ്ട് കസാര പൊട്ടിണ്ടാവും. ഇതേപോലെ കസാര പൊട്ടിയിട്ട് ചീന്തി പോകും. നമുക്ക് ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടത് ജീവനാണോ നാണമാണോ വേണ്ടത്? ജീവനാണോ നാണമാണോ വേണ്ടത്? ജീവൻ. നാണം വേണ്ട, രണ്ടും വേണം. ഒറ്റ കാര്യമായ ജീവനാണ് വേണ്ടത്. നാണത്തിന് പ്രസക്തിയില്ല. ഇപ്പൊ ജീവനാണ് നാണം വേണ്ടത്. ചില സ്ഥലത്ത് കണ്ടിട്ടുണ്ട് അപകടം പറ്റിയപ്പോൾ ഞാൻ ചോദിച്ചു തൊടാൻ പറ്റുമോ? ചില ദേഷ്യം തൊടാൻ പറ്റില്ല. അപ്പൊ സ്ത്രീകൾക്ക് അപകടം പറ്റിയ സ്ത്രീകളെ രക്ഷപ്പെടുത്താൻ വേണമെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ ചെയ്യുന്ന കാര്യം 100% സത്യസന്ധമാണോ? ഇതാണ് പറഞ്ഞാൽ രണ്ട് കെട്ടും കൂടി കാണിച്ചാൽ രണ്ട് കെട്ടും കൂടി ഉണ്ട്. കോണിയില്ലാത്ത ഭാഗത്ത് കോണി ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന കെട്ടുണ്ട്. മാൻ ഹാർമസ് നോട്ട് എന്നാണ് പറയുക. ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ കുത്തിയെടുത്ത് ഇതിൽ കൂടെ ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ കുറേ എണ്ണം കൈ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. മാൻ ഹാർമസ് നോട്ട് എന്നാണ് പറയുന്നത്. ഇതേപോലെ കുറേ എണ്ണം ഉണ്ടാക്കാം. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് കോണിയില്ലെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി ഇതിന്റെ പോലെ ചവിട്ടി കയറി പോകാൻ പറ്റുന്ന കെട്ടാണ് മാൻ ഹാർമസ് നോട്ട് എന്ന് പറയും. പിന്നെ വേറെ കെട്ട് കോളം കൂടി ഒന്ന് പിടിക്കും. ഒരാളും കൂടി അടുത്തത് കള്ളക്കെട്ട് എന്ന് പറയും. ദ്രോഹിച്ച് എന്ന് പറയും. കള്ളക്കെട്ട് അല്ലെങ്കിൽ ദ്രോഹിച്ച്. ഇതിന്റെ പ്രത്യേകത ഒരു അപകടം പറ്റിക്കായ സ്ഥലത്തേക്ക് നമ്മളൊരു സ്ഥലത്ത് കെട്ടി ഉറപ്പിച്ചു. പക്ഷെ അക്കരയ്ക്ക് പോകാനുള്ളത് നമ്മൾ സിമ്പിളായിട്ട് ഊരിയെടുക്കാനുള്ള കെട്ടാണ്. കെട്ടുന്ന വസ്തു നേരെ കുറിപ്പിക്കും. കെട്ടുന്ന വസ്തു നേരെ ബാങ്കിൽ പിടിക്കുന്നു. ഈ ഒരു കാര്യം ഉള്ളിൽ കൂടെ ലോക്കുണ്ടാക്കി അവിടെ കെട്ടുന്നു, ഉള്ളിൽ കൂടെ വലിക്കുന്നു, ടൈറ്റാവും. ഇത് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഇതിനുള്ള കെട്ടണം. കാരണം എന്താ വെച്ചാൽ ആവേശം കൂടുതലാണ് നമുക്ക്. വസ്ത്രത്തിൽ പിടിച്ചു വെച്ചാൽ ഇതിന്റെ മുകളിലാണ് രക്ഷാപം നടത്തുന്നത്. ഇത് സിമ്പിളായി വരച്ചാൽ ദ്രോഹിച്ച് എന്നാണ് പേര്. ഇവിടെ കാണിക്കാം. ഇങ്ങനെ കയ്യിൽ പിടിക്കുന്നു, ഇങ്ങനെ കെട്ടുന്ന നേരെ ബാക്കിൽ ഇങ്ങനെ വെക്കുന്നു. ഒരു കാരണം സിമ്പിളായി അകത്തേക്ക് കയറ്റുന്നു, ലോക്കാണ്. ഉള്ളിൽ കൂടെ കയറ്റുന്നു, ഉള്ളിൽ ലോക്കാണ്. എന്ത് കളിയും കളിക്കാൻ അങ്ങനെ പോകില്ല. കയ്യാൾ പിടിച്ചു വെച്ചാൽ സിമ്പിളായി കള്ള കെട്ടുകൾ പഠിക്കാൻ. അപ്പൊ കെട്ടുന്ന പരിപാടി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ എപ്പോഴേ വന്ന് 140 കെട്ടുണ്ട്. പിന്നെ എപ്പോഴേ വന്ന് ഒരു മനുഷ്യൻ നിത്യജീവിതത്തിൽ 5 കെട്ടെങ്കിലും പഠിക്കണമെന്നാണ്. ഒന്നുമില്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും താലി കെട്ടുന്ന പഠിക്കണം നിർബന്ധം. ഇതാണ്ടോ ഈ മഞ്ഞുമൽ ബോയ്സ് സിനിമയ്ക്കകത്ത് അവരെ രക്ഷിക്കാൻ ഇറങ്ങാൻ നേരത്ത് എയർഫോഴ്സുകാർ കെട്ടുപിടിപ്പിക്കുന്നില്ല. അത് ഏത് സിറ്റുവേഷനിൽ? ചേർന്നോട്ടാണ്. സ്റ്റേഷൻ ഏതാ അറിയില്ല സാർ. ചേർന്നോട്ട് എന്നാണ് കെട്ടിട്ട് ചേർന്നോട്ട് എന്ന് പറയാം. അപ്പൊ ഞാൻ പറയാം ഒരു പുതുമയുണ്ടാകുമ്പോൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ കയറി വെച്ചിട്ടുണ്ടാണ് പരിശീലനത്തിന് ഉദ്ഘാടനമാണല്ലേ. ചിലവർ വിചാരിക്കും ചോദിക്കുന്നത് യൂണിഫോം കിട്ടും, ID കാർഡ് കിട്ടും അല്ലേ? ഇത് കിട്ടിയാൽ എപ്പോഴാണ് കിട്ടുക? അപ്പൊ 6 മാസം വേണം. 6 മാസം ID കാർഡ് കിട്ടും. ചിന്താഗതിയാ. പണ്ട് റോമാക്കാരെ കൊണ്ട് ചോദിക്കും, റോമാക്കാരെ കാര്യം കുട്ടികളെ കയറാൻ പറ്റും. ചോദിക്കും പരിപാടി ഇല്ലേ? കുറെ വർഷങ്ങൾക്ക് മുന്നേ ആൾക്കാരുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഒരു പ്രവർത്തനം നടത്തുന്ന ആൾക്ക് എന്തിനാണ് ID കാർഡ് യൂണിഫോം? എന്തിനാണ് വേണോ? 2018 അപകടം ഉണ്ടായ സമയത്ത്, വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഒരു യൂണിഫോം, ഒരു ID കാർഡും കിട്ടാതെ, ഒന്നും വാങ്ങാനുള്ള ട്രെയിനിങ് പോലും കിട്ടാതെ ആത്മാർത്ഥപരമായി കേരളത്തിൽ
സത്യസന്ധമായി പണിയെടുക്കാൻ മനസ്സ് കാണിച്ച ആൾക്കാരുടെ നാട്ടിൽ നല്ല താമസമുണ്ട്. ഒരു കൈക്കൂലി മേടിക്കേണ്ട ആൾക്കാരൊക്കെ നാട്ടിലുണ്ട്. ഈ പണിക്കുന്ന പോകണം. ചായ വേണോ വെച്ചാൽ ഒന്നും വേണ്ടല്ലോ. പക്ഷേ പണി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമോ? കിട്ടുമോ? ആ കിട്ടും. ഒരു സംഗതി കിട്ടും. ഭർത്താവ് പണിക്ക് പോയി ഭാര്യ ചോദിക്കും, മീൻ വാങ്ങാൻ പറഞ്ഞയച്ചാലേ ഏടെ മീൻ അല്ലെ ചോദിക്കും. രാവിലെ വേഗം കൊണ്ട് പോയാലേ എന്താ അങ്ങോട്ട് ചോദിക്കൂലേ? ചോദിക്കുന്ന കാലഘട്ടമാണ്. ഇത് ചെയ്യുന്നു ഡിഗ്രിക്കാവും മനസ്സിൽ കൊണ്ട് നടക്കാൻ പറ്റില്ല. ഈ മൂന്നാളും കൂടി ഒരാൾ കിടന്നു, ഇയാൾ രക്ഷപ്പെട്ട മൂന്നാൾ മണിയെട്ടു. പേപ്പറിൽ വല്ല പേരില്ല, വല്ല ഫോട്ടോ. മനസ്സിൽ വേദനിക്കും. വേദനിക്കുമോ? ഇത്തിരി വേദനിക്കും. ആദ്യം തന്നെ 400 ആളുകൾക്ക് അക്ഷരം കിട്ടും. എന്താ എന്റെ പേര് കൊടുക്കാന്ന് അല്ലേ? കൊടുക്കുമ്പോ കൊടുക്കില്ലോ. നല്ല എക്സാമ്പിൾ വാങ്ങിക്കാണ് കൂടുതൽ കാര്യങ്ങൾ. ഇനി വലിയൊരു കാര്യമാണ് ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ കയ്യിൽ ഒരു മോതിരം ഇറച്ചിയിൽ കൊണ്ടു, കയ്യിന്റെ കല്യാണവള കയ്യിൽ കുടുങ്ങിപ്പോയി. എന്ത് ചെയ്യും? പ്ലാസ്റ്റിക്കാവിട്ടിട്ട് ഊരുന്നു. കയ്യിൽ മോതിരം കുടുങ്ങി എന്ത് ചെയ്യും? ഇഡ്ഡലി ചെമ്പിന് ഇഡ്ഡലി വിടുന്ന അടുത്തൊരു ഹോട്ടലല്ലേ, അതിൽ കടി കുടുങ്ങി ഇങ്ങനെ കൊണ്ടുവരും. പ്രേമം തുടങ്ങിയിട്ട് കഴിഞ്ഞാഴ്ച മോതിരട്ട് കൊണ്ടുവരും. കയ്യിലെ മോളെ അങ്ങോട്ട് കൂടെ മോതിരമാണ്. ഉള്ളിലൊരു ഡ്രിങ്ക് മൂന്ന് വരും. നമ്മൾ മുക്കം വന്നാൽ കാണിക്കും. ഓരോ മുക്കിൽ ഈ ടോയ്ലറ്റിന്റെ സോപ്പ് വെക്കുന്ന സാധനമല്ലേ, ഇരുമ്പിന്റെ, അതിനകത്ത് 3 പേരെ കുടിയിട്ട് തൈര് കൊട്ടിച്ച് ഈ 3 സാധനമായിട്ട് വന്നു ചെയ്യാം. ഈ പാനീന്റെ അകത്ത് ചെമ്പ് കുടിക്കുന്നു, ചെമ്പ് തല കുടിക്കുന്നു. മാക്സിമം നോക്കി സാധനം ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? ചിലപ്പോ കൊല്ലാവർക്കായി പറ്റില്ല, വെട്ടിമുട്ടിയ. അപ്പൊ ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ അവസ്ഥയിൽ ഒരു പൈസ പോലും മേടിക്കാതെ ആത്മാർത്ഥപരമായി ഈ കേരളത്തിൽ 14 ജില്ലയിൽ സത്യസന്ധമായി ആത്മാർത്ഥപരമായി സേവനം ചെയ്യാൻ ഒരു ടീമുണ്ട്. ആ ടീമിന്റെ പേര് ഫയർഫോഴ്സ് എന്ന് മറക്കരുത്. അവരെ വിളിക്കാം. വിളിച്ചാൽ പൈസ കൊടുക്കണ്ട എന്ന് മനസ്സിലാക്കണം. ഓക്കെ, പൈസ കൊടുക്കണം. വിളിച്ചാൽ ഇങ്ങനെയൊന്നുമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. ഇനി നമ്മൾ വീടിനടുത്ത് ഒരു കുട്ടിയെ ഒരു വീട്ടമ്മ പാല് കൊടുക്കുന്ന സമയത്ത് കുട്ടിക്ക് തരിപ്പിൽ കയറി എന്ന് പറഞ്ഞ് നമ്മളിത് കൊണ്ടുവരും. നമ്മൾ എന്ത് ചെയ്യും? കാണണ്ട എങ്ങനെയാണ് ജീവൻ ചൊളിക്ക ഇങ്ങനെ ചർച്ച കൊടുക്കും. ആ ശരി, കുട്ടികൾ പാല് പോവും. പണി കഴിഞ്ഞു. എന്തെങ്കിലും ഒരു നഗ്നമായ സത്യം പറയട്ടെ, ഈ മുലപ്പാല കുടിക്കുന്ന കുട്ടികൾ മരിക്കാതെ വലിയൊരു കാര്യം പറയും. കാരണം ഇത് വീഡിയോയിലൊന്നും എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇടാൻ പാടില്ല പറഞ്ഞ കാര്യം. എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യം, ഡോക്ടർമാർ പറഞ്ഞൊരു കാര്യമാണ്. അമ്മമാർ കുട്ടിയെ കിടത്തി മുല വെക്കുന്ന സമയത്ത് കുറെ സമയം അമ്മ ഉറങ്ങിപ്പോകും. എല്ലാ അമ്മയും ചില അമ്മമാർ അപ്പൊ സ്വന്തം മുല തന്നെ കുട്ടിയുടെ മൂക്കിലേക്ക് മുഖത്തേക്ക് ജാമായിട്ടാണ് മരിക്കുന്നത് എന്നാണ് പറയുന്നത്. വാഗ്വാദത്തിലൊന്നും ഞാനില്ലല്ലോ, ഞാൻ പറഞ്ഞില്ല. ഇതുണ്ടോ? ഇനി നേരെ തിരിച്ച് മടിയിൽ വെച്ച് ഞാൻ പറഞ്ഞിട്ട് മടിയിൽ വെച്ച് ഇതേപോലെ ചേർന്ന് വെച്ചിട്ടാണ്, ഇങ്ങനെ വെച്ചിട്ട് ഒരു ചേർന്ന് വെച്ചാണ് മറ്റൊന്നാ മുല കൊടുക്കുന്നതെങ്കിൽ സ്റ്റൈലൊക്കെ മാറിയിട്ട് കാലൊക്കെ വരും. ഇങ്ങനെ വെക്കും, കൊടുക്കും. കൊടുക്കുന്ന സമയത്ത് കുട്ടിക്ക് മുലപ്പാൽ തരപ്പുമായിരിക്കാനുള്ള കാര്യങ്ങൾ പറയുന്നു. തുടരെ തട്ടിക്കൊടുക്കാൻ കുട്ടി നടന്നാൽ പിടുത്തം വിട്ടാൽ മാക്സിമം ഈ ഭാഗത്ത് എന്ന് പറയുന്നു, ഈ കുട്ടിയുടെ നെഞ്ചിന്റെ ഈ ഭാഗത്ത് കുട്ടിയെ മേലോട്ട് കയറ്റി കയറ്റി ഒരു ഒച്ച ഉണ്ടാക്കിയാൽ ഇങ്ങനെ വരില്ല എന്ന് പറയുന്നു. നേരെ തിരിച്ച് ഇങ്ങനെ വെച്ച് കുട്ടി അമ്മയുടെ അടുത്ത് വെച്ച് മുല കുടിക്കും. നമ്മൾ ഉറങ്ങിപ്പോയുള്ള കാര്യം ഞാൻ പറഞ്ഞു. നമ്മുടെ ബസ് ഇങ്ങനെ ടൈറ്റായി പോയാൽ കുട്ടിക്ക് കൈ വരെ എടുക്കാൻ പറ്റുമോ? കുട്ടി മരണത്തിലേക്ക് വഴി തെറ്റിപ്പോകുമെന്ന് പറയുന്നു. നേരത്തെ മുലപ്പാല് കുടിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് കുട്ടിയെ കൈയിൽ, നമ്മളെ ഉറപ്പുള്ള കൈ എന്ന് പറയുന്നു, ഇങ്ങനെ കയ്യിലേക്ക് ഇങ്ങനെ കറക്കി വെച്ചതിന് ശേഷം കൈ പിടിക്കുന്നു. 2 കാലം ഇങ്ങനെ വരണം. എന്നിട്ട് നേരെ
ഇപ്പത്തെ കൈയിലേക്ക് കുട്ടിയെ ഇങ്ങനെ ഈ രണ്ട് വിരലിന് മുകളിൽ ഈ താടി വെച്ചിട്ട് കുട്ടിയെ ഇങ്ങനെ കിടത്തണം എന്ന് പറയും. രണ്ട് കാലും ഇങ്ങനെ വേണം. ഈ കൈയുടെ മുട്ട് മാക്സിമം ഈ തൊടയുടെ മുകളിലേക്ക് വേണം. കുറച്ച് താത്തണം എന്നാ പറയും. കുറച്ച് താത്തണം, കുറച്ചിങ്ങനെ ആദ്യം പിടിക്കുക എത്തിരി. എന്നിട്ട് ഈ കുട്ടിയുടെ രണ്ട് കൈയിന്റെ ഷോൾഡറിന്റെ നടുവിൽ കൈ കൊണ്ട് വെച്ചിട്ട് താത്തിട്ട് അടിക്കലല്ല, ഇങ്ങനെ 1 2 3 4 5 മണി തിരിച്ചു പിടിക്കുന്നു. കൈ പിടിക്കുന്നു, രണ്ടുപേരും വെച്ച് ഇവിടെ ഇങ്ങനെ അമർത്തുന്നു. കുട്ടിക്ക് കരയാത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി കുട്ടി കരയാത്ത പക്ഷം അതിന് മുന്നേ നമുക്കൊന്നും ചെയ്യാൻ അറിയില്ല. കുട്ടി കരയുന്നില്ലെങ്കിൽ കുട്ടിയുടെ കാലിന്റെ അടിഭാഗത്ത് ഒരു കൈ വെച്ചിട്ട് കുട്ടിയോട് മോളെ മുന്നേ നമുക്ക് അടിച്ചാൽ എത്ര പെട്ടെന്ന് റെസ്പോൺസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ കാര്യം പിന്നെ നമുക്ക് പറയാം. ഇനി മൂക്കിൽ മഞ്ചാടിക്കുരു കുടുങ്ങി എന്താ ചെയ്യാ? എന്തായാലും ഉണ്ടാത്ത ക്ഷീണിച്ചോ? അവസാനിപ്പിക്കാനായോ? എന്തായാലും ഉണ്ടാത്ത ഒരു മൂക്കിൽ മഞ്ചാടിക്കുരു കുടുങ്ങി പറഞ്ഞ് ഇയാളെ കുട്ടിയാണ്. എന്താ ചെയ്യാ? കുട്ടി പിടിങ്ങി വേണ്ടിട്ട് വരി. എന്ത് ചെയ്യും? എന്താ ചെയ്യാ? മൂക്ക് വരി, ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് വരി. ഞാൻ ചോദിക്കുന്നത് പിന്നെ മലയാളിയാണ് എന്താ ചെയ്യാ? ഞാൻ വന്നിട്ടേയില്ല. ഊന്നിക്കൊടുക്കാം. കാടിയൊക്കെ ഉറപ്പാണ് വിശ്വാസം. മേലോട്ട് ഓക്കെ ഓക്കെ എന്താണ് ഓർമ്മ വലിച്ചെടുക്കാം. ഒരു കാര്യം പറയാം, ചെയ്യരുത്, തെറ്റാണ്. കാരണം ഈ വലിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ മേലോട്ടും കേട്ടോ. എന്താ ഞാൻ പറഞ്ഞു? എന്താ വാക്ക്? ഒരു വൈദ്യൻ. അപ്പൊ നമ്മള് സിനിമയിൽ കാണുമ്പോൾ പീപ്പിളി കുടുങ്ങി വലിച്ചു കുടിയാലോ ഓന്റെ അണ്ണാക്കിന് പോയി ഇങ്ങനെ അണ്ണാക്കിന് ഒറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങൾ 3 പേരും കൊണ്ട് വരിക. ഫസ്റ്റ് സ്റ്റെപ്പ് അമ്മയുടെ കയ്യിൽ നിന്ന് കുട്ടിയെ അടുത്ത ആളെ കയ്യിലേക്ക് മാറ്റുന്നു. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ഒരു ചെയർ കിട്ടിയാൽ ആ ചെയർ ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇല്ലേ പോയി ഇപ്പത്തെ അമ്മയെ ഇപ്പത്തെ കുട്ടിയുണ്ടോ? ഇനി ഇയാൾ എന്താ പറ്റിയ മൂക്കിൽ കുടിയുണ്ട്. മൂർത്തിങ്ങനെ പിടിക്കുന്നു. ശേഷം സാറമ്മോട് വിളിക്കുന്നു. കൈ മുറുക്കി പിടിക്കുന്നു. ഈ സാറ് വന്നിട്ട് 2 ചെവിയും ഒന്ന് കുത്തിപ്പിടിക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് കൈ പിടിക്കുന്ന ഒറ്റയാൾ. ഒരാൾ ഒറ്റയാൾ, രണ്ടാളും കൂടി വേണം. രണ്ടാളും കൂടി വേറെ വരാം. ആരും വരാൻ ഫസ്റ്റ് സാറ് ചെവി കുത്തിപ്പിടിച്ചു. ഇനി അടുത്ത ആള് വന്നിട്ട് പോവാത്ത മൂക്ക്, ഇടത്തെ മൂക്കാണ്. ഇത് ആദ്യം ശേഷപ്പെട്ടി കാണിക്കില്ല, പഠിച്ചതാ. മൂക്ക് കുത്തി ഒരു മൂക്ക് കുത്താം, ഒറ്റ മൂക്ക്. ഇനി ഇയാള് വന്നിട്ട് ഒരു വണ്ടി വിളിക്കാൻ വേണം. വണ്ടി റെഡി ആയിരിക്കണം, വണ്ടി വേണം. ഇനി ഇയാൾ വന്നിട്ട് ചെയ്യുന്നത് കുട്ടിയുടെ വായിലേക്ക് ശക്തമായി കുത്തി കൊടുക്കും. അതിന് മുന്നേ ഒറ്റ കുന്നതിന് മുന്നേ നിങ്ങൾ ശ്വാസം നേരോട് വലിക്കണം. ഇത് ഊന്നി കൊടുക്കുക. അത് ശക്തമായി ഊന്നിക്കൊള്ളി. ഒന്നുകൂടി ചാടി പോയി പണി കഴിഞ്ഞു. പണി കഴിഞ്ഞു. എന്താണ് കൈയടിക്കാൻ വേണ്ടി പറയുന്നത്? കൈയടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ട് എന്താണ്? രാത്രി വണ്ടി വിളിച്ച് കുട്ടി പോകുന്നോണ്ടേ അമ്മേനെ നോക്കണ്ടേ? ഫസ്റ്റ് അമ്മ ബോധം കിട്ടി വിടാലോ. ആദ്യം തുടക്കത്തിൽ ഏത് അപകടത്തിലും സ്വന്തം സേഫ്റ്റിയാണ് നോക്കേണ്ടത്, സ്ക്രീൻ സേഫ്റ്റിയാണ് നോക്കേണ്ടത്. ചെയ്യണ്ടേ? നമുക്കൊക്കെ ആവുന്നുണ്ട്. നമ്മളായിട്ട് പോയി നമുക്ക് ഇതിനെ പറ്റി കരക്കിയുള്ളവർ ചെയ്യണ്ടേ? ചെയ്യണോ? ഒരു ഉദാഹരണം പറയാം. കട്ടിപ്പാറ കരിഞ്ചോല അപകടം ഉണ്ടായി. ഫുള്ള് രക്ഷാപ്രവർത്തനം നടത്തുക. ഒരാൾ വന്ന് ഞാൻ എല്ലാം അറിയാൻ നേരെ ഇറങ്ങി ഇത്രയും ചളി കൊണ്ടു. ഒരാൾ കൊണ്ടുപോയി. ഞാൻ എന്താ ചെയ്യുക? ഓനെ രക്ഷപ്പെടുത്തണം.
അത് പോകാൻ പറ്റും. അവസാനം തെങ്ങിന്റെ കഷ്ണം മുറിച്ചിട്ടിട്ട് അതിന്റെ മുകളിൽ കൂടെ JCB കയറ്റി മാന്തിയിട്ടാണ് രക്ഷപ്പെട്ടു. വലിയൊരു കാര്യമുണ്ട്. അനുഭവ സമ്പത്തിൽ ഞാൻ പറഞ്ഞില്ല. അതേപോലെ കാര്യമുണ്ട്. 10-14 ദിവസം വെള്ളത്തിൽ കിടക്കുന്ന മണ്ണിനടി കിടക്കുന്ന ബോഡി എടുക്കുന്ന സമയത്ത് നമ്മൾ അത്രയും ലൈറ്റ് പറഞ്ഞാൽ അതും കുഴപ്പമില്ല. നമ്മളെപ്പോഴും പേടിയുണ്ട്. രക്തം കണ്ട് പഠിക്കുന്നവരുണ്ട്. മണമടിച്ചാൽ തല കറങ്ങി വരുന്നവരുണ്ട്. 14-17 ദിവസം വെള്ളത്തിൽ കിടന്ന ബോഡികൾ കണ്ടിട്ടുണ്ടോ? ഈ നീളത്തിലുണ്ട് പുഴു ഇങ്ങനെ അടക്കിയാ ചെയ്യും. അങ്ങനെ അടക്കും. നമ്മൾ മുഖവും ഫേസൊക്കെ പോയിട്ടുണ്ട്. വയനാട്ടിലോ നടത്താൻ പോയ സമയത്ത് 5-ാം ദിവസം കുറച്ച് നേരെ ഇപ്പോഴത്തെ വില്ലേജ് റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ ബോഡികൾ ഭാഗത്താൻ കിട്ടി. അവിടെ നിൽത്ത ബോഡിയൊക്കെ മുഖഭാവം തിരിച്ചറിയാൻ പുഴെടുത്ത് പോയിട്ടുണ്ട്. പിന്നെ നമ്മളെ മാമഭാവങ്ങൾ പുഴെടുത്ത് പോകും. ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മളെ പണി എടുത്തു കൊടുക്കും. ഇപ്പോഴും ഈ സംവിധാനം ഒക്കെ ഉണ്ടായിട്ടും മണ്ണിന്റെ അടിയിൽ എത്ര ബോഡി ഉണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നു. ചില വടാതെ കൊണ്ടുവരും ഒന്നും കിട്ടില്ല. പറയുന്ന ഒരു കാര്യം, ഒരു കണക്ക് നമ്മുടെ കയ്യിലുണ്ട്. ആ കണക്കാണ് പറയുന്നത്. അതിനൊരു അപകടം വരാതിരിക്കട്ടെ. എല്ലാവർക്കും നല്ല മാത്രമേ തെളിയുന്നുള്ളൂ. ശരി, വലിയൊരു കാര്യമാണ്, വലിയൊരു സംഗതിയാണ് ആള് കുഴഞ്ഞു വീഴുക. അല്ലെ? അത് ഞങ്ങൾ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ്. ആള് കുഴഞ്ഞു വീഴുക. എന്താണ് പറയുന്നത് ചെയ്യുന്നത്? പള്ളിയിൽ പിന്നെ ഒപ്പീസ് ചെയ്യുന്ന സമയത്ത് അച്ഛൻ ബോധം കെട്ട് വീണ് മരിച്ചു. അല്ലെങ്കിൽ മൊയ്യാര് നിസ്കരിക്കുമ്പോൾ ബോധം കെട്ട് വീണ് മരിച്ചു. അല്ലെങ്കിൽ ശ്രീകോവിലുള്ളിൽ കയറി നമ്പൂരി പൂജ ചെയ്യുന്ന സമയത്ത് നമ്പൂരി അതിനുള്ളിൽ വീണ് മരിച്ചു. ഡോക്ടർ അബ്ദുൽ കലാം സംസാരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു. അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്താണ് നമ്മൾ ചെയ്യുക? എങ്ങനെ കൊടുക്കും? എനിക്ക് കാണുക. ഒരാളുടെ അടുത്ത് വീണെടുക്കാണ്. എങ്ങനെ കാര്യങ്ങൾ ശരി, ഓക്കെ. ആരെങ്കിലും ഇത് കൊടുക്കാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ശരി, നൈസാണോ? നൈസാണോ? റിട്ടയർഡായ ഒപ്പം നൈസാണോ? റിട്ടയർഡായി. ഓക്കെ. അപ്പോ എല്ലാവരെയും ചിന്ത നെഞ്ചിനിങ്ങനെ അമർത്തി കൊടുക്കലുണ്ട്, ഊതി കൊടുക്കലുണ്ട്. ബോധമുണ്ടോ തട്ടി നോക്കണം. പിന്നെ ശ്വാസം ഉണ്ടോ നോക്കണം. ഈ ഇവിടൊക്കെ നിൽക്കുന്ന എന്തിനാണ്? ഇവിടെ നിൽക്കുന്ന എന്തിനാണ്? ഹൃദയം എവിടെയുള്ളത്? ഹൃദയം എവിടെയുള്ളത്? ഇവിടെ ചെസ്റ്റിൽ അടുത്ത വശം അടുത്ത ഭാഗത്ത് എവിടെയല്ലേ? ശരി, ആർക്കെവിടെയാണ്? എടുത്തോ വാർത്തോ ഓളോ താഴ്ത്തോ? ഞാൻ യൂട്യൂബിനോട് ചോദിക്കുക എവിടെയാണ് അവിടെ പഠിക്കുന്നുണ്ട്. ഇവിടെ തന്നെയാണ് തോന്നുന്നില്ലേ? ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്. ഒന്നുമില്ല, ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ട് ഇവിടെ കിട്ടാറുണ്ട്. പറയും ഒരു സംശയം വേണ്ട, ആൾ ഇവിടെ തന്നെ സ്ഥിതി ചെയ്യും. കുറച്ച് മാറിയിട്ടാണ്, ഒരു സൈഡിലേക്ക് കുറച്ച് മാറി. റെഡി? സാധാരണ ഈ പച്ചയ്ക്ക് ഒരാൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന കാര്യം ഇങ്ങനെയാണ്. ഇവിടെ ഉണ്ട്. അപ്പോ ഈ അമർത്തി കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പൊ
നമുക്കൊന്നും അറിയില്ല, നമ്മളാണ് വീട് കിടക്കാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എല്ല് പൊട്ടില്ല. ഇവിടെ എല്ല് പൊട്ടില്ലേ? ഇല്ല. ആ, അതിനനുസരിച്ചാണ്. ഇങ്ങനെ അതൊക്കെ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ സാർ, എന്താണ് 3 ഇഞ്ച് ഭാഗമാണ്? ശരി, ഓക്കെ. ഇനി ഇങ്ങനെ ഒന്നും ആരെങ്കിലും കാണിക്കാൻ പാടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എപ്പോഴും ഉണ്ടാവേണ്ടതെന്ന് പറയുന്നത് ഒരു സത്തത. ആള് പറഞ്ഞു എല്ലൊന്നും പറ്റിയ പ്രശ്നമല്ല. ഓക്കെ, റെഡിയാണ്. എപ്പോഴും ചെയ്യുന്ന കാര്യം, ഒരാളുടെ സ്ഥലത്ത് വീട് കിടക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് എല്ലാ സാധനങ്ങളും എടുത്തു മാറ്റി ട്രാഫിക്കൊക്കെ നിയന്ത്രിച്ച് ഫസ്റ്റ് സ്റ്റെപ്പ് കാലിന്റെ മുട്ടുമടക്കി ആളെ അടുത്തേക്ക് ഇരിക്കണം. ആദ്യം ചെയ്യണം. നമ്പർ 1 ഇങ്ങനെ ഇരിക്കണം. ഇരുന്നിട്ട് ഇയാൾക്ക് റെസ്പോൺസ് ഉണ്ടോ? ആദ്യം തോണ്ടി വിളിച്ചാൽ പോരാ, തട്ടി വിളിക്കുന്നു ഇങ്ങനെ കുലുക്കുകയും വേണം. ഏട്ടാ അല്ലെങ്കിൽ കുലുക്കി വിളിക്കുന്നു. ഇണീക്കുന്നില്ലെങ്കിൽ ഇയാൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാവും. അപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം, ഏത് അപകടം പറ്റിയാലും എയർവേ എന്ന് പറയും. ശ്വാസം എടുക്കുന്ന നമ്മുടെ നാവ്, ഒരു മസില് നാവ്. അപകടം പറ്റിയ ബാക്കോട്ട് നാവ് പോയി കഴിഞ്ഞാൽ നമ്മളെ ഒരു ബൈപ്പാസ് പോലെ സംഗതി കിട്ടും. അവിടേക്ക് ബാക്കോട്ട് പറഞ്ഞാൽ അവിടെ അടഞ്ഞു പോകുന്ന ശ്വാസം കിട്ടില്ല. അപ്പൊ ചെയ്യേണ്ടത് ഈ കൈ ഇങ്ങനെയും ഈ കൈ ഇങ്ങനെയും നേരെ ഒന്ന് മേലോട്ട് പിടിച്ച് പൊന്തിക്കുന്നു. ഈ താടി വെള്ളം പിടിച്ച് മേലോട്ട് പൊന്തിക്കുക. പതുക്കെ പൊട്ടിക്കരുത്, എല്ലാം പതുക്കെ മേലോട്ട് പൊന്തിക്കുക. പൊന്തിച്ചതിന് ശേഷം പൊന്തിക്കുന്ന സമയത്ത് നെഞ്ചിന്റെ കൂടുതലേക്കും ഒന്ന് നോക്കാം. ഇങ്ങനെ നോക്കാമെന്ന് പറയും. ഇതില്ലാത്ത പക്ഷം നമ്മൾ കൊടുക്കേണ്ട സംഭവം CPR ടെക്നിക്കാണ്. അത് കൊടുക്കുന്ന സമയത്ത് സങ്കല്പത്തിലാണ്. ഒന്നെങ്കിൽ 2 നിപ്പിൾ ഇങ്ങനെ വരയ്ക്കാം, സങ്കല്പം ഈ നടുഭാഗത്ത്, അല്ലെങ്കിൽ ഒന്നിങ്ങനെ വരയ്ക്കാം. എവിടെയാണ് മുട്ടുന്നത്? അതിന്റെ നടുഭാഗത്ത് എങ്ങനെയാണ് നടുഭാഗം. ആ ഭാഗത്ത് ഏതാണ് കൈ, നമ്മളെ ഉറപ്പുള്ള കൈ ഏതാണ്, കൈയോട് പിടിക്കുന്നു. ഇവിടെ കൊണ്ടാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ വെക്കുന്നു. കൈന് മുട്ട് വളയാൻ വേണ്ടി പാടില്ല. ഇങ്ങനെ വെച്ചിട്ട് 4 മുതൽ 6 സമയം അടിയിലേക്ക് താവണമെന്ന് പറയുന്നു. 4 to 6 ഇപ്പൊ പുതിയ നിയമമാണ്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നെഞ്ച് അമർത്തി കൊടുക്കാം. 30 വട്ടമാണ് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചിട്ട് 30 വട്ടം അടിക്കുന്നു. അടുത്ത സ്റ്റെപ്പ് ഇപ്പം ബ്രീത്ത് കൊടുക്കാൻ വേണ്ടി പറയുന്നില്ല. കാരണം എല്ലാ പകർച്ചവ്യാധികളും ശ്വാസം കൊടുക്കാൻ വേണ്ടി പറയുന്നില്ല. ഇപ്പൊ നമ്മളെ പഞ്ചിങ് മാത്രമേ പറയുന്നുള്ളൂ. നേരെ തിരിച്ച് പഠിച്ച ആളാണെങ്കിൽ പോക്കറ്റ് മാസ്ക് ഉണ്ടാവും. മാസ്ക് ഇട്ട് നമ്മൾ ശ്വാസം കൊടുക്കാം. ഇപ്പൊ കോവിഡൊക്കെ ഉണ്ട്. ആർക്കും പകർന്ന രോഗങ്ങളൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ കാര്യങ്ങൾ പഠിക്കാം. ഈ സംഗതി ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ 30 എണ്ണം ചെയ്താൽ ഒരു സൈക്കിളായി. വണ്ടി വന്നാൽ വണ്ടിയിലേക്ക് കൊണ്ടുപോവാം. നേരെ ഐസിയു കൊടുക്കുന്ന ഷോക്ക് കൊടുക്കുന്നതാണ്. ഷോക്ക് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ ഒരു ഭ്രാന്തമായ മാതിരി ഹാർട്ട് ഉണ്ടാവും. പഠിച്ചു കളിക്കാൻ ആ ഹാർട്ടിൽ നിന്ന് നിർത്താൻ വേണ്ടി കൊടുക്കുന്ന സംഭവമാണ് ഷോക്ക് എന്നത്. ഇങ്ങനെ ഷോക്ക് കൊടുക്കുക. അപ്പൊ നമുക്ക് പിന്നീട് ഈ ഹാർട്ട് നിന്ന് പോയാൽ എന്താണ് സംഭവിക്കുക? നമുക്ക് തലച്ചോറിലേക്ക് രക്തം പമ്പ് ചെയ്യാതെ ആ ഭാഗം കേട് വന്ന് പെട്ടെന്ന് ആളുണ്ടാവും. ഇത് കൊടുക്കേണ്ട ആലോചിക്കാം. ഇത് അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. നിർത്താൻ വേണ്ടി പോകും. ഇതിനെ കൊടുക്കേണ്ടത് ആലോചിക്കാം. 1 ഷോക്ക് അടിച്ച് വീണ് കിടക്കുന്ന ആൾക്ക്. 2 വെള്ളത്തിൽ നിന്ന് ബോധമില്ലാതെ എടുത്തുകൊണ്ട് വരുന്ന ആൾക്ക്. 3 കാർഡിയാക് അറസ്റ്റ് എന്ന് പറയും. നമ്മൾ ആർക്കുണ്ടായ വിഷയം. ഇനി ഒരാൾക്ക് സ്ട്രോക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ കുറെ കാര്യങ്ങളുണ്ട്. 1 2 കൈയിൽ നിന്ന് പിടിച്ചു നോക്കാൻ പറയാം. താന്നു പോകുന്നത് എന്തോ ഒരു പ്രശ്നം എന്നാ പറയും. അല്ലെങ്കിൽ ഇയാളെ ഫേസ് നോക്കാം, ചെറിയ കോട്ടമുണ്ടോ. സംസാരിക്കാൻ പറയും. സംസാരിക്കുന്ന സമയത്ത് കൊഞ്ഞൽ പോലെ ഒരു വിക്ക് പോലെ ഉണ്ടാവുമെന്ന് പറയുന്നു. പിന്നെ മുഖത്തെ ഷേപ്പ് മാർക്കൊക്കെ ഉണ്ടെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാവുമെന്ന് പറയുന്നു. പിന്നെ ചിലർ പറയും 5 കൊല്ലമായി ഒരു ഭാരം കെട്ടിന് പോകണം, വലിയൊരു കൈഭാരമായിട്ടുള്ള ഒരു വെയിറ്റ് ഉണ്ട്, ഹോസ്പിറ്റലിൽ പോയി കാണിക്കും. അപ്പൊ കാര്യങ്ങൾ കൂടുതൽ പറയുന്നില്ല. കിട്ടിയ സമയത്ത് കുറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. തന്ന സമയം അവസാനിക്കുക. എന്താണെങ്കിലും വലിയൊരു സന്തോഷമാണ് നമ്മുടെ താമരശ്ശേരിയുടെ മണ്ണിൽ അല്ലെങ്കിൽ മലയോര മണ്ണിൽ ഇത്രയും ആൾക്കാർ ആത്മാർത്ഥപരമായ രീതിയിൽ ഒന്നും പ്രതീക്ഷിക്കാതെ ഈ സംഘടനയിലേക്ക് വന്നതിന് ആദ്യം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കയ്യിൽ ഞാൻ തന്നെ. കാരണം ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്താലും നമുക്ക് എന്ത് കിട്ടുമെന്നാ ചോദിക്കും. എനിക്ക് ചെറുപ്പക്കാരൊക്കെ ഇപ്പൊ കേൾക്കുന്ന പ്രശ്നമല്ല. ചെറുപ്പക്കാർ എന്ത് കിട്ടും നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് ഈ പരിപാടി അങ്ങനെ ചിന്തിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ സ്വന്തം ശരീരമാർഗത്തിലേക്ക് പ്രവർത്തിക്കാൻ വേണ്ടി നമുക്ക് കഴിയും. അത് വലിയൊരു കാര്യമായിട്ട് കാണുന്നു. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നതിനേക്കാളും കൂടുതൽ നിസ്കാരം നടത്തുന്നതിനേക്കാൾ അപ്പുറം
ഒരാൾക്ക് സേവനം ചെയ്യുന്ന കരങ്ങൾ വേണമെന്നാണ് ഞാൻ പഠിച്ചതെന്ന് പറയുന്നു. എന്താണെങ്കിലും അങ്ങനെ ചെയ്താൽ നമുക്കൊരു പവർ ഉണ്ടാകുമെന്ന് പറയുന്നു. ക്ലാസ് എടുത്തപ്പോൾ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആർക്കെങ്കിലും മനസ്സിൽ വിഷമമായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ വെക്കരുത്. ഫോണിൽ വേണ്ടാത്ത നമ്പർ പോലെ ഡിലീറ്റാക്കി മാറണം. എവിടുന്നോ വന്ന ഒരാളാണ്, ഒരു കഷണിത്തലയനാണ്, ഇപ്പം തന്നെ തിരിച്ചു പോകും. ഇത്രയും നേരം എന്റെ ശബ്ദം കേട്ട് എന്നെ നിങ്ങൾ സഹിച്ചതിന് ആയി തന്നെ ഞാൻ നന്ദി നിങ്ങളോട്. കാരണം എപ്പോഴും ഇതൊരു കാര്യം എന്ന് പറയും, ഓരോ ദിവസം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തെന്താണ് ഒരു ദിവസത്തെ അത് 2 ദിവസത്തെ ട്രെയിനിങ് ആണ്, ഒരു 2-3 മണിക്കൂർ ചെയ്യുന്നത്. ഞാൻ എപ്പോഴെങ്കിലും വിളിച്ചാൽ ഇനിയും വരാം. ഒറ്റ കാര്യമേ മരിച്ചു ഈ മണ്ണിൽ നിന്ന് പോയാലും കുറച്ച് അറിവ് ഇവിടെ കൊടുത്തിട്ടാണ് പോകുന്നത്. ഇത്രയും വർഷമായിട്ട് നമ്മൾ കോളേജുകളിലും ഈ ഭാഗത്തൊക്കെ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി പോയി അവിടെയൊക്കെ ടീം പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം, ഈ കിട്ടിയ അറിവ് വീട്ടിൽ പോയി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. ഒരാളുടെ വരാതിരിക്കട്ടെ എന്ന് പറയുന്നു. ഇതിന്റെ കൂടെ വന്ന ആളെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇതേപോലെ ഓറഞ്ച് കുപ്പായമിട്ട 1000-ഓളം പ്രവർത്തകർ നമ്മുടെ കോഴിക്കോട് ജില്ല മുതൽ കാസർഗോഡ്, തിരുവനന്തപുരത്തൊക്കെ നമ്മുടെ ടീമായി പ്രവർത്തിക്കുന്നുണ്ട്. ഒക്കെ സഹായി എന്ന പേരിലാണ് പ്രവർത്തിക്കുന്നത്. ഇയാൾ താമരശ്ശേരിക്കാർ ഷാജി താമരശ്ശേരിയാണ്, എന്റെ സുഹൃത്താണ്. നല്ലൊരു പേര്. സ്ട്രക്ചറൊന്നുമായി കാണിക്കാൻ സമയമില്ല, ടൈം പറഞ്ഞ സമയമായിട്ട് എപ്പോഴും ഞാൻ വരാം. പിന്നെ എന്നെ പറ്റി കുറ്റം പറയാം. എന്റെ പേര് ഇങ്ങനെ ശ്രീഷ് കുമാർ സായി എന്നാണ്. ഇവിടെ കൊടുത്തായി പെരുവിളി സ്വദേശിയാണ്. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, ഞങ്ങൾ സ്വപ്നം എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് എല്ലാ ദിവസവും കുറച്ച് കാലമായി കുറച്ച് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് തിരക്കായി. സാറെ ഈ ഒരു ഇന്ന് കൂടെ ഇവിടെ എന്റെ ക്ലാസ് കേട്ടിരിക്കുന്നുണ്ട്. വേനപ്പാറ സ്കൂളിലെ സാറായിരുന്നു. സാർ എനിക്ക് തിരുവനന്തപുരത്തെ കൂട്ടുകാരനാണ്. അത് നമുക്ക് മറക്കാൻ പറ്റുന്ന വലിയൊരു ഓർമ്മയാണ്. അതേപോലെ തന്നെ ഇയാളേക്ക് ഫോണിലും ഫേസ്ബുക്കിലൊക്കെ കാണാറുള്ള വന്നപ്പോഴാണ് ഫസ്റ്റ് കാണുന്നത്. എനിക്കിപ്പോൾ ഒരു സ്വദേശിയാണ്. ഇയാളെ കാണാൻ വലിയ സന്തോഷം. പിന്നെ കുറെ ആൾക്കാരെ ജീവിക്കുന്നത് ആരെയും പേരെടുത്തെന്ന് പറയല്ല, എല്ലാവരെയും കാണുന്നത് വലിയ സന്തോഷം. എന്നാൽ ഈ മിടുക്ക്, ഈ ഒരു ശക്തി കയ്യിൽ നിന്ന് പോകരുത്. ഇത് ഈശ്വരൻ മുട്ടിച്ചേരുന്ന ഒരു സങ്കല്പമാണ്. നിങ്ങൾ ഇരിക്കുന്നത് ഈ മലയോര മേഖലയിൽ എല്ലാ രീതിയിലും കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു വലിയ ഒരു പ്രാർത്ഥനയുടെ മണ്ണിൽ നിന്നാണ് ഈ സാധനം ഫോം ചെയ്യുന്നത്. കയ്യിൽ വിട്ട് കളയരുത്, മുറുക്കി പിടിച്ച് കൊണ്ടു നടക്കുക. ഇനി ഒരു അപകടം വന്നാൽ ആ പ്രദേശത്ത് എല്ലാ യൂണിഫോമിന്റെ ആൾക്കാരെ കൂടുതലും നിങ്ങളെ പോലെ യൂണിഫോമിന്റെ ആൾക്കാരെ കാണാൻ വേണ്ടി പറ്റണം. ഒരു അപകടം ഇല്ലാതെ ഇരിക്കുന്നത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. ഞാൻ തരാം. ഓക്കെ, വന്നവരുടെ സംശയം എന്താണ് ഈ ശാന്തി ആശുപത്രി അല്ലെ? വന്നവർക്ക് സംശയമുണ്ട്, നമ്മളെ സംശയം. പിന്നെ ഒരാളെ കൂടി പറയാൻ വിട്ടുപോയി, നമ്മളെ സുഹൃത്താണ്, എന്ന നാട്ടുകാരനാണ്. ഇപ്പോ സ്കൂളിലെ ഒരു പ്രിൻസിപ്പാളും കൂടി ആയിട്ടുണ്ട്. അപ്പോ NSSന്റെ ക്യാമ്പുകളൊക്കെ നമ്മളെ എപ്പോഴും ശരിക്കുന്ന സാധനങ്ങളാണ്. അപ്പോ സാറൊക്കെയാണ് നമുക്ക് ഇറങ്ങി തരുന്നത്. അപ്പോ എന്താണെങ്കിലും മലയോര മേഖലയിലൊക്കെ അതേപോലെ തന്നെ ഓരോന്നിനെ പറ്റി വലിയ സമയം അവസാനിക്കാം. ഇത്രയും നേരം പറഞ്ഞു തന്നതിന് നിങ്ങൾ തിരിച്ചടിക്കുന്നത്, ഇത്ര നേരം ഗ്ലാസ് എടുത്ത് തന്നു, നിങ്ങൾ തിരിച്ചടിക്കുന്നത് തരും. ഇത് അവസാനിച്ച് പോയില്ലേ? എന്താണ്? വേറെ എന്തെങ്കിലും ചിലവർ കീശയിൽ കുത്തുക. അച്ഛനോട് വണ്ടിപ്പിലേക്ക് വന്ന പൈസ തീർന്നു, പൈസ അല്ല. ചായ ഓക്കെ, സ്നേഹം വേണ്ട. ഓക്കെ, ശരി. ഓക്കെ, ഞാൻ ചോദിക്കാൻ തരുമോ? ഞാൻ ചോദിക്കാൻ തരുമോ? തരുമോ? ഞാൻ ചോദിക്കാൻ തരുമോ? തരില്ലയോ? ഓക്കെ. ഈ കാലഘട്ടങ്ങളിൽ ആരും ഓർമ്മിക്കാതെ വന്ന് 2-3 നമ്മൾ നമുക്കറിയോ, രാവിലെ 4 മണിക്ക് 5 മണിക്ക് എണീറ്റ് വാടിക്കിടക്കുന്ന ചെടികൾക്ക് വെള്ളം കൊടുത്ത് ഒരു കർഷകശ്രീ പുരസ്കാരം പോലും കിട്ടാത്ത ഒരാൾ നമ്മുടെ വീട്ടിലുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിച്ചാലും അവസാനം വെറും പച്ചവെള്ളം മാത്രം കുടിച്ച് എന്റെ വയറ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് പായയിൽ കിടക്കുന്ന ഒരാൾ ഏത് നേരം വന്നാലും നെഞ്ചോട് കൂട്ടിപ്പിടിച്ചിട്ട് ഞാനില്ല മോനെ എന്തിനാ പേടിക്കുന്നത് എന്ന് പറഞ്ഞ് നെഞ്ചോട് കൂട്ടിപ്പിടിക്കാൻ വേണ്ടി ഒറ്റയാളാണ്. അതിന്റെ പേരാണ്. നിങ്ങൾക്കറിയോ, ഇങ്ങനെ വയറ് വീർത്തിട്ട് 9.25 മാസം കൊണ്ട് നടന്നിട്ട് അവസാനം ലേബർ കൊണ്ട് കണ്ടിട്ട് കിടന്നിട്ട് 206 ഇങ്ങനെ പൊട്ടി നോന്നിട്ട് നമുക്ക് ജന്മം തരുന്ന ഒറ്റയാളെ കൂടിയുള്ളൂ. എന്റെ
പേരാണ് പെറ്റമ്മ എന്ന് പറയുന്നത്. കാറ് കിട്ടി, വീട് കിട്ടി, എല്ലാ സ്ഥാനവും കിട്ടിയാൽ ആദ്യം പറഞ്ഞ വാക്കാണ് അടങ്ങി കിടന്നുകൂടെ ഒരു മൂലയിൽ നിങ്ങളോട് ആരാ വീട് വരാൻ പറഞ്ഞു. ചിലർ പറയും സങ്കടപ്പെടാമെന്ന് മനസ്സ്, ചിലർ പറയും എന്തിനു ബോധിക്കാൻ അങ്ങോട്ട് അത് കണ്ടാ പോലെ അടുക്കളയിൽ നമ്മൾ കിടക്കുന്ന കട്ടുമെട്ടയിലാണെങ്കിൽ അടുക്കളയിൽ കട്ടിലിട്ട് കൊടുത്തിട്ട് ഒരു ഉണങ്ങിയ ഒരു ബെഡ്ഷീറ്റ് പുതച്ച് കിടക്കുന്ന എത്രയോ വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളല്ല, അതൊക്കെ മാറ്റി മറച്ചിട്ട് എന്നും രാവിലെ നീക്കുന്ന സമയത്ത് നെഞ്ചോട് കൂട്ടിപ്പിടിച്ചിട്ട് കവള തുറന്നുകൊടുത്ത് പറയാം എന്ത് സുന്ദരമാണ്, എന്ത് സന്തോഷമാണ് ഈ സന്നിധി ഉള്ളതുകൊണ്ടല്ലേ ഞാൻ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണമെന്ന് നിങ്ങളോട് എനിക്ക് പറയാം. ആ സംഗതി മറന്നു പോയത് മനസ്സിലായി. ഒരാളും കൂടി നമ്മൾ ചിരിക്കില്ല, കാണാൻ സ്റ്റൈലില്ല, വേറത്തിന്റെ മണമായിരിക്കും, കാലിലൊക്കെ മുള്ളു കുത്തും, രണ്ട് കൈയിലും ഞാൻ ബാഗിലൊക്കെ കൂട്ടി വരും. വരുമ്പോഴേ പറയും നമുക്ക് ഫീസ് കൊടുക്കാൻ പൈസ അല്ല, മുമ്പ് ഒരു ഉപ്പിലാണ് കയ്യത്ത് 500 രൂപ എടുത്ത്. പക്ഷെ ആരും കാണാനില്ല. നെഞ്ചു പൊട്ടി ഏതെങ്കിലും ഒരു റൂമിൽ പോയി വാതിലടച്ച് നെഞ്ഞത്ത് കുത്തി കരയുന്ന ഉരുകുന്ന ഒരാളെ നിങ്ങൾ കാണും. എനിക്കും നിങ്ങൾക്കൊക്കെ വായിക്കാൻ വേണ്ടി വെളിച്ചം തന്ന ആ ആളുടെ പേരാണ് അച്ഛൻ എന്ന് പറയും. ചോരൊക്കെ ഇങ്ങനെ കല്ലൊക്കെ ഇങ്ങനെ ചുവന്ന് ഇവിടെയൊക്കെ ചോര പോയിട്ട് ചോര പൊടിഞ്ഞ് വന്ന് നമ്മളെ പോറ്റുന്ന ആളെ കൂടി മറക്കരുത് എന്ന് പറയുന്നു. ഈ രണ്ട് കാര്യങ്ങൾ മരിക്കുന്ന കാലം മനസ്സിൽ ഓർമ്മിച്ച് വെക്കുക. അതൊക്കെ ഒന്നും വരണ്ട എന്ന് ഞാൻ പറയുന്നു. നമ്മൾ അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്നു. എന്താണെങ്കിലും ഇങ്ങനെ അവസരം തന്നതിന് ഞാൻ ബിഷപ്പിനെ കണ്ടിട്ടില്ല. ആ വലിയ മനസ്സിന് മുന്നിൽ ഞാൻ എന്റെ മനസ്സും ശരീരവും വെക്കുകയാണ്. അതേപോലെ തന്നെ എന്നെ ഞാനാക്കി മാറ്റിയ എന്റെ ഗുരുനാഥനെയാണ് ഞാൻ ഇപ്പൊ കാണുന്നത്. എപ്പോഴും ഞാൻ കുസൃതിയോ പറയാറുണ്ട്, ഒരു മണ്ണാകട്ടെ നടക്കുക. എന്റെ വാക്കാണ്, ഒന്നും നടക്കാൻ പോകുന്നു. പക്ഷെ ചോദിച്ചു നോക്കി സാറോട്, ആ വയനാട് സ്കൂളിൽ വെറും വട്ടപൂജ്യം മാത്രം മേടിച്ച് ചോദ്യപാത്രത്തിലിട്ട് പോകുന്നത് ഞാൻ ഒരു 14ഓളം പുരസ്കാരം മേടിക്കാൻ വേണ്ടി ഗവർണറുടെ കയ്യിൽ ഗോൾഡ് മെഡൽ മേടിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ശരീരം അത്രമാത്രം നമ്മളെ കൂടെ ഇങ്ങനെ വരുന്ന ശക്തി എന്ന് പറയുന്നു. അവസാനിപ്പിക്കുന്നു. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഞാൻ പറയുന്ന കാര്യങ്ങൾ പറയണം. നമ്മൾ തിരിച്ചു കൊടുക്കാനായിട്ട് മുന്നോട്ട് വെക്കണം. ഞാൻ മനുഷ്യ കാലഘട്ടങ്ങളെ മാതാപിതാക്കളെയും പൊതുജനങ്ങളെയും നോക്കുമെന്നും സ്ഥലത്തിൽ വിടില്ല എന്നും ഈ ക്യാമ്പ് സാക്ഷി സത്യം 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 ഈ സമൂഹത്തിൽ ജീവിക്കുന്ന കാലഘട്ടം വരെ ലഹരി എന്ന് പറയുന്ന ഒരു വസ്തുവും ഞാൻ ഉപയോഗിക്കില്ല എന്നും ഞാൻ കാലത്ത് ഒരാൾക്കും ഒഴുക്കില്ല എന്നും തിരിച്ചു പോവാണ് സാറേ. പിന്നെ ഒരാൾ ചോദിച്ചു ഫോൺ നമ്പർ കൊടുക്കാൻ സംശയം. ഞാൻ ഡോക്ടർ. പിന്നെ ഒരാൾ ചോദിച്ചു എന്താണ് വീട്ടുപേര്? മുന്നോട്ട് എന്നാണ് വീട്ടുപേര്. തറവാടിന്റെ പേര് മടത്തിലെന്നാണ്. മടത്തിൽ അമ്മാടമ്മയുടെ മോനാണ്. ഓക്കെ, അതിനൊന്ന് പ്രസക്തി. നമ്മൾ ഇവിടേക്ക് വന്നു, എന്താ കൊണ്ടുവന്ന് കൊണ്ടുവന്നോ? എങ്ങനെയാ വന്നത്? പോണത് എങ്ങനെയാ? നല്ല ഓടി താവത്തുണ്ട്. ഓടിച്ചു പോകുമ്പോൾ കണ്ടാൽ അവരെ കേട്ടി. പക്ഷെ തട്ടിക്കയറാൻ മയ്യത്തായിട്ട് കഴിഞ്ഞാൽ നമ്മളെ ബോഡി എടുക്കാൻ ഉണ്ടാവും. ഒന്നും പറയുന്നില്ല. സമയം തന്ന സമയത്ത് കുറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റി. അത് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനി എപ്പോഴും അവസരം കിട്ടിയാൽ ഒരു ദിവസം ക്യാമ്പ് കയറുകയാണെങ്കിൽ എന്തിനു കുഞ്ഞാണ് കാണിക്കാം, ഗ്യാസിന്റെ കാര്യങ്ങൾ കാണിക്കാം. എല്ലാ കാര്യങ്ങളും ഫീൽഡ് ചെയ്ത് വെച്ച ഒരു വലിയ ടീമാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പറയുന്നത്. എന്താണെങ്കിലും ഒരു അപകടം വരാതിരിക്കട്ടെ. വന്നാൽ ഞങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കുക. രാത്രി കിടന്നുറങ്ങുമ്പോഴും നിങ്ങളൊക്കെ ഉറങ്ങുമ്പോഴും ഇന്ത്യൻ കണക്കിന് ശരീരത്തിൽ താരം പോയിട്ട് ആ ഇന്ത്യയുടെ അതിർത്തിയിൽ നിൽക്കുന്ന പട്ടാളക്കാരുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ഇപ്പൊ എല്ലാ സ്ഥലത്തും ഫേസ്ബുക്കിൽ വാട്സാപ്പൊക്കെ നടന്നു നിൽക്കുന്ന ഒരു മുഖമാണ് പട്ടാളം. ഇന്ത്യയുമായിട്ട് നമ്മൾ യുദ്ധം. ചിലരും എത്ര വീടും എത്ര മനുഷ്യരും അതിനേക്കാളും മുന്നേ നമ്മുടെ നാട്ടുകാരന് ഒരു അപകടം വെക്കാൻ നമ്മുടെ നാടിനെ പൂജിക്കട്ടെ കാക്കട്ടെ എന്നുള്ളൊരു വാക്കിൽ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ മാത്രം ഫീഡ്ബാക്ക് വേണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി പരിചയപ്പെടാൻ വിചാരിക്കുന്നു. ഈശ്വരൻ നല്ലത് മാത്രം വരുത്തട്ടെ, ഒരു അപകടവും ഇല്ലാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.